ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. താങ്ക് യു. ആപ്കി അദാലത്തിലേക്ക് ഇന്ന് വന്നിരിക്കുന്ന അതിഥി ഒരു വിശേഷപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം ഒരു സന്യാസിയാണ്, മഹാത്മാവാണ്, ആചാര്യനുമാണ്. ആശ്രമത്തിലാണ് താമസം. അമ്പലം നിർമ്മിച്ചിട്ടുണ്ട്. സനാതന ധർമ്മത്തിന് വേണ്ടി പോരാടുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ഒരു കവിയുമാണ്, ഭജനപ്പാട്ടുകളൊക്കെ പാടും. പക്ഷേ രാഷ്ട്രീയത്തിൽ ഇദ്ദേഹം ഒരു ചാണക്യനുമാണ്. തൻ്റെ വിവാദങ്ങളായ സ്റ്റേറ്റ്മെന്റ് കാരണം എപ്പോഴും ഇദ്ദേഹം ന്യൂസിൽ ബിസിയായിരിക്കും. പ്ലീസ് വെൽക്കം ആചാര്യ പ്രമോദ് കൃഷ്ണം. ഇന്നത്തെ ആപ്കി അദാലത്തിൽ നമ്മുടെ ജഡ്ജിയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ജഡ്ജി വളരെ സ്പെഷ്യലായ വ്യക്തിയാണ്, മീഡിയ എക്സ്പേർട്ടാണ്. ഇദ്ദേഹം കുറച്ചുനാൾ മുൻപ് വരെ മാഖൻലാൽ ചതുർവേദി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. പ്ലീസ് വെൽക്കം KG സുരേഷ്. വിചാരണ തുടങ്ങാവുന്നതാണ്. താങ്കൾ വിചാരണയ്ക്ക് തയ്യാറാണോ? നമുക്ക് വിചാരണ തുടങ്ങിയാലോ? ഞാൻ എല്ലാത്തിനും തയ്യാറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. വരൂ, നമുക്ക് ഇന്നത്തെ ആപ്കി അദാലത്തിലെ വിചാരണ തുടങ്ങാം. ആദ്യത്തെ കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ ആചാര്യ പ്രമോദ് കൃഷ്ണം മേലുള്ള കുറ്റാരോപണം അദ്ദേഹം ആൾമാറാട്ടം ചെയ്യുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്. ആചാര്യ, ജനങ്ങൾക്ക് താങ്കളുടെ ഈ രൂപം അറിയാം, ആചാര്യൻ, സന്യാസി, മഹാത്മാ. പക്ഷേ എൻ്റെ അടുത്ത് താങ്കളുടെ ചെറുപ്പകാലത്തെ ഒരു ഇൻഫർമേഷൻ ഉണ്ട്. താങ്കളുടെ ചെറുപ്പകാലത്തെ ആ രഹസ്യം ആപ്കി അദാലത്തിൽ ഞാനിപ്പോൾ തുറന്നു കാണിക്കാൻ പോവാ. അത് സത്യമാണോ? താങ്കളുടെ ചെറുപ്പകാലത്ത് താങ്കൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു എന്നുള്ളത്, അതിനുശേഷം മുംബൈയിലേക്ക് പോയി സിനിമയിൽ ഹീറോ ആകാൻ വേണ്ടി? രജത് സർ, ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആൾമാറാറ്റവും പറ്റിക്കലും ഒക്കെ ഈ പേരുണ്ടല്ലോ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ പിന്നിലൊരു നല്ല അർത്ഥമുണ്ട്. അതെന്താന്ന് പറയാൻ കേട്ടോളൂ. ആ വാക്കിനുള്ള അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് പല രൂപമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ആൾമാറാട്ടം വാക്ക് ആദ്യം ആർക്കാ ഉപയോഗിച്ചതെന്നറിയാവോ? ആഴ്ക്കടലിലൊരു ചുഴലുണ്ടാകുമ്പോൾ രാക്ഷസന്റെ ഭാഗത്തായിട്ട് ഭഗവാൻ വിഷ്ണുവിനെ പറഞ്ഞതാണ്, ഇവൻ ഒരുപാട് രൂപങ്ങളിൽ വന്ന് പറ്റിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവനെ ഒരു ഭഗവാനായിട്ട് കരുതാൻ പറ്റില്ലെന്ന് പറഞ്ഞത് അവര്. രണ്ടാമത്തെ കാര്യം രജത് സാർ, രണ്ടാമത്തെ കാര്യം, ആൾമാറാട്ടവും പറ്റിക്കലെന്ന് പറയുന്നത് ശരിക്കും ശ്രീകൃഷ്ണനാണ്. ദുര്യോധനും ഇത് പറഞ്ഞതാണ്, ദുശ്ശാസനും ഇത് പറഞ്ഞതാണ്. ആൾമാറാട്ടവും പറ്റിക്കുന്നവനാണ് നീ എന്ന്, ഒരു തന്ത്രക്കാരനാ നീ എന്നും പറഞ്ഞു. വെണ്ണ കക്കുന്നവനാന്നും പറഞ്ഞു. നീ ഒരു ജഗജാല കില്ലാടിയാന്നും പറഞ്ഞു. ഭഗവാൻ കൃഷ്ണനെക്കുറിച്ച് എന്തൊക്കെ വാക്കുകളാ പറഞ്ഞെന്നറിയാവോ? അതൊന്നും ഈ ലോകത്തിൽ ആർക്കും ഓർമ്മയുണ്ടാവില്ല. പക്ഷേ ഈ കുരുക്ഷേത്ര ഭൂമിയിൽ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് വരെ ലോകം കേട്ട് അനുസരിക്കുന്നുണ്ട് സാർ. ഇതിലെ ചോദ്യം എന്താന്ന് വെച്ചാൽ രജത് സർ, അതുകൊണ്ടാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് താങ്കളുടെ ആ ഫോട്ടോ കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്കളുടെ ചെറുപ്പകാലത്തെ ചില ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, കാണും. അക്കാലത്ത് നിങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ജനങ്ങളും കാണട്ടെ. സ്മാർട്ടായിട്ടുള്ള ലുക്കോടുകൂടി ഹീറോ ആകാൻ പോയതല്ലേ? അതിന് വീട്ടിൽ നിന്ന് പണമോ സ്വർണമോ ഒക്കെ എടുത്തോണ്ട് പോയോ? എനിക്കിത് കാണുമ്പോൾ വളരെ ആശ്ചര്യമായിട്ടുണ്ട്. എന്റെ ഫോട്ടോ കാണുന്ന സമയത്ത് തന്നെ എന്നെ കൊണ്ടുപോലും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഏത് മനുഷ്യനാണോ ഇവിടെ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്, അവനാണ് അങ്ങനെ അന്ന് അവിടെ ഇരുന്നെന്ന് പറഞ്ഞ്. പക്ഷേ രജത് സാർ, एक हमें आवारा कहना कोई बड़ा इल्जाम नहीं. एक हमें आवारा कहना कोई बड़ा इल्जाम नहीं. दुनिया वाले दिल वालों को और बहुत कुछ कहते हैं. ഇപ്പം നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞില്ലേ, ഞാൻ നടനാവാനായിട്ട് വീട് വിട്ട് ഓടി വന്നെന്ന്. ആക്ച്വലി രജത് സാർ, എല്ലാവരും ഒരു നടനാവാനാണ് ശ്രമിക്കുന്നത്. ചില ആൾക്കാരെ കൊണ്ട് അതാകാൻ കഴിയുന്നുണ്ട്, ചില ആൾക്കാരെ കൊണ്ട് കഴിയുന്നില്ല. ആർക്കൊക്കെ നിങ്ങളെപ്പോലത്തെ ഒരു ഡയറക്ടർ കിട്ടുന്നുണ്ടോ അവരൊക്കെ ഒരു ആക്ടർ ആയേക്കും. ആർക്കൊക്കെ നിങ്ങളെപ്പോലത്തെ ഒരു ഡയറക്ടർ കിട്ടുന്നില്ലയോ
പക്ഷേ അതിൽ മറ്റൊരു കാര്യം സത്യമല്ലേ? താങ്കൾ പൂർണ്ണമായും വീടിനെ ഉപേക്ഷിച്ച് പുറത്തു വന്നു, പക്ഷേ കയ്യിലുള്ള പൈസ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു. आई मौज फकीर की दिया झोंपड़ा फूंक. പിന്നെ രജത് സാർ, നിങ്ങൾ പറഞ്ഞ ഈ കുറ്റവാക്കുകളുണ്ടല്ലോ ഇപ്പോൾ, അതൊരു വലിയ ആധാരമാണ്. എന്താന്ന് വെച്ചാൽ ഞാൻ ഇന്നോ ഇന്നലെ സന്യാസി ആയതല്ല, കൊച്ചു പ്രായം തൊട്ടേ അങ്ങനെ തന്നെയാ. അതിനുശേഷം താങ്കൾക്ക് ഹീറോ ആകാൻ പറ്റാതെ പോയി. അതിനുശേഷം താങ്കൾ കവിത എഴുതാൻ തുടങ്ങി. ഫിലിമിൽ പാട്ടുകൾ എഴുതാൻ ട്രൈ ചെയ്ത് നോക്കിയാലേ? ട്രൈ ചെയ്തതല്ല, ഞാൻ എഴുതിയിട്ടുള്ളതാ. ഞാൻ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ രജത് സാർ, ഞാൻ ഈ പാട്ടും കവിതയൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു സ്പെഷ്യൽ ടാലന്റ് ഉണ്ടെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. എനിക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എഴുതാം. ഇന്ന് താങ്കൾക്കെതിരായിട്ട് നടക്കുന്ന ഈ വിചാരണയിൽ താങ്കൾ ഒരു കാര്യം പറയണം. ഏത് നാഗിനിയെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് താങ്കൾ ഈ പാട്ടിൽ എഴുതിയത്? അത് പിന്നെ രജത് സാർ, ഇതൊരു 30-40 വർഷം മുമ്പ് നടന്നൊരു കഥയാണ്. ഇപ്പൊ ആ പാമ്പിന്റെ വിഷമൊക്കെ തീർന്നു പോയില്ലേ? പക്ഷേ നിങ്ങളുടെ റിസർച്ച് ടീമിനും ഞാനൊരു നന്ദി പറഞ്ഞേ പറ്റുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ അവർ അത്രയും ഡീപ്പായിട്ടാണ് റിസർച്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് വേറൊരു കാര്യം, എൻ്റെ അടുത്ത് നിങ്ങളെപ്പോലത്തെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു റിസർച്ച് ടീം ഇല്ല. ഇല്ലെങ്കിൽ ഞാനും കണ്ടെത്തിയേനെ നിങ്ങൾ ആർക്ക് വേണ്ടി ആ പാട്ടൊക്കെ എഴുതി കൊടുത്തെന്നുള്ളത്. അതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഈ മുംബൈക്ക് പോയപ്പോൾ അപ്പോൾ കിഷോർ കുമാർ എന്ന് പറഞ്ഞൊരു വലിയൊരു സിംഗർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കാണാനൊരു ചാൻസ് കിട്ടി. പിന്നീട് അദ്ദേഹം ഞാൻ എഴുതിയൊരു പാട്ട് പഠിച്ചു നോക്കിയിരുന്നു. അതിലൊരു 2 കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിൽ പിന്നെ ഈ നാഗിനിയുടെ കാര്യമുണ്ട്. महकी हुई ये जुल्फें महफिल पे छा रही हैं, जालिम तेरी अदाएं. ഇതൊരു 40 വർഷത്തിന് മുമ്പ് പ്രമോദ് കൃഷ്ണ എഴുതിയൊരു പാട്ടാണ്. ഇപ്പൊ എഴുതിയതെന്ന് വിചാരിക്കണ്ട. जालिम तेरी अदाएं दिल को लुभा रही हैं. मस्तानी चाल तेरी. രജത് സാർ, നിങ്ങൾ എൻ്റെ കൊച്ചു പ്രായത്തിന് മുമ്പുള്ള ഒരു പ്രായം എന്നെ അങ്ങോട്ട് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. कि मस्तानी. പിന്നെ ഞാനൊരു കാര്യം പറയുവാണ്, പക്ക ഈ ഷോ ഒന്ന് ടെലികാസ്റ്റ് ആവുന്ന സമയത്ത് ഒരുപാട് പേര് എനിക്കെതിരെ ഇരുന്ന് ഈ ആയുധങ്ങൾ വെച്ച് ആക്രമിക്കാൻ റെഡി ആയിരിക്കും. कि मस्तानी चाल तेरी जैसे लहरती नागन, आपास आके डस ले हमसे छुड़ा न दाना. ആചാര്യജി, പക്ഷേ താങ്കൾ പറഞ്ഞ ഈ 45 വർഷത്തിന് മുൻപത്തെ കാര്യം എന്നെ സംബന്ധിച്ച് താങ്കൾ ഇപ്പോഴും അങ്ങനെ തന്നെയാ ഉള്ളത്. ഇപ്പൊ താങ്കളുടെ ആശ്രമത്തിലും പാട്ട് പാടാറുണ്ട്, തൂ ചീസ് പടി ഹേ മസ്ത് മസ്ത് എന്ന്. രജത് സാർ, ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അതിപ്പോ ആശ്രമമായാലും ശരി, വീടായാലും ശരി, ജീവിതത്തിൽ ഇപ്പൊ ഏത് ഭാഗത്ത് നിങ്ങൾ ഇരുന്നാലും ശരി, നല്ലൊരു മ്യൂസിക്കോ പാട്ടോ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ആ ജീവിതം തന്നെ പിന്നെ വേസ്റ്റ് തന്നെ. നമ്മുടെ ഈ സനാതനമൊക്കെ ഉണ്ടല്ലോ, ഭാരതത്തിന്റെ ഒരു ശൈലി, ഭാരതത്തിന്റെ കൾച്ചർ, ഭാരതത്തിന്റെ ജീവിതമാർഗങ്ങൾ, ഇതിനെക്കുറിച്ച് പാട്ട് പാടാണ്ടിരിക്കാൻ ആരെ കൊണ്ട് കഴിയും? ആർക്കാ പാടാൻ ഇഷ്ടമല്ലാത്തെന്ന് പറ. മീര പാടി ഡാൻസ് കളിച്ചു, രാധയും പാടി കളിച്ച്, ഗോപികമാരും കളിച്ചോണ്ടിരുന്നു, പശുവിനെ കറക്കുന്നവർ കളിച്ച്, നമ്മുടെ ദൈവങ്ങൾ പോലും കളിച്ചിട്ടുണ്ട്, ദേവാദിദേവൻ മഹാദേവൻ പോലും കളിച്ചിട്ടുണ്ട്. രജത് സാർ, പിന്നെ രജത് സാർ, ഈ കളിയും ഡാൻസും ഒക്കെ നിങ്ങളുടെ മനസ്സിലും കാണുമല്ലോ. പക്ഷേ ഒരു സന്യാസി, അതും ആശ്രമത്തിൽ വെച്ച് ഇങ്ങനെ പാട്ട് പാടിയാൽ, അതായത് തൂ ചീസ് പടി ഹേ മസ്ത് മസ്ത്. രജത് സാർ, നമ്മുടെ രാമായണത്തിൽ എന്താ ശരിക്കും പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഓരോ കാര്യവും ഓരോ പ്രാവശ്യവും മനുഷ്യർ ഓരോ കണ്ണിലാണ് കാണുന്നത്, വ്യത്യസ്തമായ കണ്ണുകൊണ്ട്. റെസ്പെക്റ്റഡ് പുരുഷോത്തമൻ ഭഗവാൻ ശ്രീരാമൻ
ഈ മുഴുവൻ ലോകവും അദ്ദേഹത്തെ ഭഗവാൻ എന്ന് പറഞ്ഞു. നമ്മളും അദ്ദേഹത്തെ ഭഗവാനായിട്ടാണ് കരുതുന്നത്. പക്ഷെ ചില ആൾക്കാർ അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തെ തന്നെ കളിയാക്കുന്നത്. അതിന് നിങ്ങൾ എന്താ പറയാൻ പോകുന്നത്? ഞാനിപ്പോൾ താങ്കളോട് ചോദിക്കുന്നത്, ഹേമാമാലിനി താങ്കളുടെ ആശ്രമത്തിൽ വരുവാണെങ്കിൽ താങ്കൾ അവരെ എങ്ങനെ കാണും? എന്നെ സംബന്ധിച്ച് വരെ ഹേമമാലിനി ഇല്ലെങ്കിൽ മോണിക്ക ബേഡിയോ അല്ലെങ്കിൽ കുഴപ്പമില്ല, രാധാമ്മയായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വേറെ ആരാണെങ്കിലും ശരി, രതി അഗ്നിഹോത്രി ആണെങ്കിലും ശരി, പത്മിനി കോളാപുരി ആണെങ്കിലും ശരി, ഞാൻ അവരുടെ അടുത്തുള്ള ദേവീനെയാണ് ദർശിക്കുന്നത്. അതെ, നമ്മുടെ നാട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ നാട്ടിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ശാസ്ത്രത്തിൽ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, എസ്ത്രനാദത്തു ഭുജന്തേ ദത്രദേദത്ത. ഏത് ഭൂമിയിലോ ഏത് സ്ഥലത്തോ ഏത് വഴിയിലോ ഏത് നാട്ടിലോ ഏത് വീട്ടിലോ പെണ്ണുങ്ങളെ പൂജിക്കാണ്ടോ പെണ്ണുങ്ങളെ ദേവിയായിട്ട് കരുതാണ്ടിരിക്കുവാണെങ്കിൽ ആ വീട്ടിൽ ഒരിക്കലും ഒരു ഐശ്വര്യം ഒരിക്കലും ഉണ്ടാവത്തില്ല. ആചാര്യജി, രജത് സാർ എനിക്കിനി ഒരു 10 സെക്കൻഡ് സമയം തരണം. നമുക്ക് പൈസ ആവശ്യമാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? या देवी सर्वभूतेषु लक्ष्मी रूपेण संस्थिता नमस्तस्यै 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 नमः. നമുക്ക് അറിവ് ആവശ്യമുള്ളപ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹം ആവശ്യമുള്ളപ്പോഴും നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, या देवी सर्वभूतेषु सरस्वती रूपेण संस्थिता नमस्तस्यै 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 नमो नमः. നമുക്ക് ശക്തി ആവശ്യമുള്ളപ്പോ, നമുക്ക് ബലം ആവശ്യമുള്ളപ്പോ, നമുക്കൊരു ധൈര്യം ആവശ്യമുള്ളപ്പോൾ നമ്മൾ എന്താ या പറയുന്നത്? देवी सर्वभूतेषु शक्ति रूपेण संस्थिता नमस्तस्यै 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 नमो नमः. ആചാര്യജി, തീവ്രവാദി അബു സലീമിന്റെ സുഹൃത്ത് മോണിക്ക ബേഡിയെ കണ്ടിട്ട് ദേവിയാണെന്ന് പറഞ്ഞ് കൈതൊഴുന്ന ഒരേ ഒരു വ്യക്തി താങ്കൾ മാത്രമായിരിക്കും. മോണിക്ക ബേദി ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഒരുപക്ഷെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ പറ്റിച്ച് ആ തീവ്രവാദി ആയിരിക്കും അത് ചെയ്തിരിക്കാനുള്ള കാരണം. പിന്നെ എന്തോരം വലിയ ആ ശിക്ഷ ആ തീവ്രവാദിക്ക് കിട്ടിയോ, അതിനേക്കാൾ വലിയൊരു ശിക്ഷയാണ് മോണിക്ക ബേഡിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ ഭാരതത്തിലുള്ള ലാ അതൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണ്, അതൊക്കെ അങ്ങോട്ട് എടുത്തു കളഞ്ഞു. മോണിക്ക ബേഡി ആയിട്ടിരിക്കുന്ന ഒരു പ്രിവിലേജ് കൊടുക്കാൻ പാടില്ല. പക്ഷേ മോണിക്ക ബേഡി ആയിട്ടിരിക്കുന്ന ഒരു ശിക്ഷയും കൊടുക്കാൻ പാടില്ല സർ. ഞാനറിഞ്ഞത് രാധമ്മയ്ക്ക് ജനങ്ങളുടെ മടിയിലിരിക്കാൻ പഠിപ്പിച്ചു കൊടുത്തത് താങ്കളാണെന്നാണ്. അത് രാധമ്മല്ലേ പറയണ്ടേ? രാധാമ്മയുടെ അടുത്ത് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം, ഈ പാവപ്പെട്ട പരദേശിയായ എൻ്റെ അടുത്ത് എന്തിനാ ചോദിക്കുന്നത്? താങ്കൾ അത്രയ്ക്ക് പാവപ്പെട്ട സന്യാസിയൊന്നും അല്ലല്ലോ. അത്ര വലിയ പണക്കാരനും അല്ലല്ലോന്നേ. അംബാണിയുടെ വീട്ടിലുള്ള കല്യാണത്തിന് പോയിട്ട് രാത്രി റെഡ് വൈൻ കുടിച്ചിട്ട് ഡാൻസ് കളിക്കാൻ പറ്റില്ലല്ലോ. താങ്കൾ കല്യാണത്തിന് പോയി ഡാൻസ് ഒക്കെ കളിക്കാം, പക്ഷേ താങ്കളുടെ ആശ്രമം ഒരു ഫിലിം സിറ്റിയേക്കാൾ കുറഞ്ഞതൊന്നും അല്ലല്ലോ. എല്ലാ ഫിലിം സ്റ്റാറും അവിടെ വരുന്നു, ഡാൻസ് കളിക്കുന്നുണ്ട്. അത് വളരെ പവിത്രമായിട്ടുള്ളൊരു സ്ഥലമാണ്, വളരെ ഒരു നല്ല സ്ഥലമാണ്. നമ്മുടെ പുരാണത്തിലൊക്കെ എഴുതിയിട്ടുള്ളതാണ്. ഭഗവാൻ വിഷ്ണു 10 അവതാരങ്ങൾ എടുത്തിട്ടുള്ളതാണ്. ഈ ഭൂമിക്ക് അദ്ദേഹം വന്ന അധർമ്മങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്, ധർമ്മങ്ങളെ തിരിച്ചെടുത്തോണ്ടും വന്നിട്ടുണ്ട്. ഭഗവാൻ ശ്രീരാമൻ 7ാമത്തെ അവതാരം, ഭഗവാൻ ശ്രീകൃഷ്ണനാണ് 8ാമത്തെ അവതാരം. ശ്രീ കൽക്കി നാരായണന്റെ രൂപത്തില് ഭഗവാൻ സാമ്പിളായിട്ട് വരുമെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ശരിക്കും ഏത് സ്ഥലത്തോട്ടാണോ ഭഗവാൻ എത്തിയിരിക്കുന്നത് അതൊരു പുണ്യസ്ഥലമായി, എങ്ങോട്ടാണോ ദൈവം എഴുന്നള്ളി വരുന്നത് അതൊരു പുണ്യസ്ഥലമായി മാറിയിരിക്കും. അതുകൊണ്ടാണ് ഇതിന്റെ ഒരു 18 വർഷത്തെ സങ്കല്പമാണ്. പിന്നെ ഇത് ഞാൻ മാത്രം പറഞ്ഞതല്ല, സ്കന്ദപുരാണത്തിൽ ഇത് എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ കൽക്കി പുരാണത്തിൽ ഇതുണ്ട്, ഭവിഷ്യപുരാണം, അഗ്നിപുരാണത്തിൽ ഇതുണ്ടെന്നേ. ശ്രീമദ് ഭാഗവത്തിന്റെ ഒരു അല്ല പോലെ ശ്ലോകമുണ്ട് ഇതില്. यदा चंद्रस्य सूरस्य तथा तिस्य बृहस्पति समेशन्ति एक राशो तदा भवति तत्कृतं संभल ग्राम मुखस्य ब्राह्मणस्य महात्मना भवने विष्णु यशस्य कल्की प्रादुर्भविष्यति. ഭഗവാന്റെ കൽക്കി അവതാരം അതെവിടെയാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സംപൾ എന്ന് പേരുള്ള ഒരു സ്ഥലത്തായിരിക്കും അതിരിക്കുന്നത്. വിഷ്ണു എന്നുള്ള ഒരു ബ്രാഹ്മണൻ അവിടെ ഒരു അവതാരം എടുത്തിരിക്കും. ഏത് സ്ഥലത്താണോ ഭഗവാൻ അവതരിച്ചിങ്ങനെ വരുന്നത് അവിടെ ഒരു പൂജ നിങ്ങൾ ചെയ്യണം. അവിടെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കും ചെയ്യേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ച് അവിടെ മുട്ടുകൂത്തി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെല്ലാവരും കൽക്കിധാമിലോട്ട് വരവേൽക്കുന്നു.
നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. കൽക്കി ദാമിനെ കുറിച്ച് ചോദിക്കാം. എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ നിങ്ങൾക്ക്? സർ, എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, താങ്കൾ കൽക്കി ഭഗവാന് വേണ്ടി നല്ലൊരു ക്ഷേത്രം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചില ആൾക്കാർ വിചാരിക്കുന്നത് താങ്കൾ കൽക്കി ഭഗവാനാണെന്നാണ്. ഇപ്പോൾ തന്നെ അവതാരം എടുത്തു കഴിഞ്ഞു എന്നും. ഇതിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? ദൈവം ഒരിക്കലും താൻ തന്നെയാ ദൈവം എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല. ആരൊക്കെയാണ് അവരെ കൽക്കി അവതാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നോ അവരെയൊക്കെ എടുത്തിട്ട് ചവിട്ടി കൂട്ടണം. പിന്നെ അയാളെ പോലും രജത് സാറിന്റെ ആത്മീയ അദാലത്തിൽ കൊണ്ടുവന്നൊന്ന് വിചാരിച്ചു വെക്കണം. ചിലര് കൽക്കി അവതാരത്തിനെ കുറിച്ചുള്ള ഫിലിമൊക്കെ എടുത്തിട്ടുണ്ട്. അതെ, ആ കാര്യം വേറെയാണ്. ആ പടം എടുക്കണമല്ലോ. ഭഗവാന്റെ എന്തോരം അവതാരങ്ങളുണ്ടോ അത് ബേസ് ചെയ്താണ് സിനിമ എടുത്തിരിക്കുന്നത്, സീരിയൽ എടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു മറ്റൊരു കാര്യം പറയാം. ഞാൻ ആദ്യമായിട്ട് ഹേമമാലിനിയെ കാണുന്ന സമയത്ത് അന്ന് ഹേമാജി പറഞ്ഞതാ ഞാൻ കൃഷ്ണന്റെ ഒരു ഭക്തയാണെന്ന്. പിന്നെ കൃഷ്ണനാണ് കലിയുഗത്തില് കൽക്കിയുടെ രൂപത്തിൽ വരാൻ പോകുന്നതെന്ന്. അന്ന് അവര് പറഞ്ഞത് കൽക്കിദാമി വന്ന് രാധാകൃഷ്ണന്റെ നാട്യം കളിക്കാൻ പോകുന്നെന്നാണ്. അവര് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. പിന്നെ മറ്റൊരു ഐഡിയ അവരെനിക്ക് തന്നിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനൊരു കാരണമുണ്ട് ശരിക്കും. അവര് പറഞ്ഞിരുന്നു നിങ്ങൾ ഭഗവാൻ കൽക്കിയെ ബേസ് ചെയ്തൊരു സിനിമ ചെയ്യണമെന്നും പറഞ്ഞു. പക്ഷെ രജിത് സാർ, നിങ്ങളെ എനിക്ക് അന്ന് കിട്ടിയില്ലെങ്കിൽ ഞാൻ ആ ഫിലിം ചെയ്തിരുന്നേനെ. അന്ന് നിങ്ങളെനിക്ക് കിട്ടിയില്ല. പക്ഷെ ഫിലിം ചെയ്തേ പറ്റൂ. ഞാനിന്ന് ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കുന്നു, വരുന്ന അവതാരത്തിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ തീർച്ചയായിട്ടും ജനങ്ങൾ അറിഞ്ഞിരിക്കണം. ഭഗവാൻ രാമൻ വന്നു, പിന്നെ കൃഷ്ണൻ വന്നു, പരശുരാമൻ വന്നു. അവർക്കൊക്കെ എന്തോ ഒരു സ്വരൂപങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഈ ഭൂമിയിലോട്ട് വന്നു. കൽക്കി ഭഗവാന്റെ അവതാരം അതാണ് അവസാനത്തെ അവതാരം. അതുകൊണ്ട് അതായത് ഭഗവാൻ വരുന്നതിന് മുൻപ് തന്നെ താങ്കൾ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്തു. അതെന്റെ ഈ ജന്മത്തിനുള്ള ഒരു സൗഭാഗ്യമെന്നും പറയാം. ഭഗവാൻ രാമൻ വന്നു. അന്ന് അദ്ദേഹം എന്ത് രൂപത്തിലായിരുന്ന, ഞാൻ എന്ത് രൂപത്തിലായിരുന്നെന്നും അറിയത്തില്ല. പിന്നെ ഭഗവാൻ കൃഷ്ണൻ വരുന്ന സമയത്തും ഞാൻ എന്ത് രൂപത്തിലായിരുന്നെന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇതൊരു വലിയ സൗഭാഗ്യമെന്നേ ഞാൻ പറയത്തുള്ളൂ. പക്ഷെ എനിക്ക് ഉറപ്പായിട്ടും അറിയാം ഭഗവാൻ ഉറപ്പായിട്ടും വരുമെന്ന്, ഈ ഭൂമിയിലോട്ട് വരുമെന്ന്. അതെനിക്ക് നല്ലപോലെ അറിയാം. പിന്നെ കൽക്കി ഡാം ഉണ്ടാക്കിയതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ, അത് ഉണ്ടാക്കാനായിട്ട് എനിക്ക് എന്ത് യോഗ്യതയുള്ളെന്ന് പറയണം നിങ്ങൾ. ജീവിതകാലം മുഴുവനും തലകീഴെ നിന്നാ പോലും ഇന്നൊരു വീട് പോലും കെട്ടാൻ പറ്റുന്നില്ല ഒരു മനുഷ്യൻ നിന്ന്. പിന്നെ എങ്ങനെ ഒരു കൽക്കി ഡാം പോലും കെട്ടുന്നത്? ദൈവത്തിനായിട്ടുള്ള ഒരു വീട് ഇവൻ കെട്ടുവന്നോ? ആരുടെ അടുത്താണോ ഭഗവാൻ അത് ചെയ്യാൻ പറയുന്നത് അവനെ കൊണ്ടേ അത് ചെയ്യാൻ കഴിയത്തുള്ളൂ. പലരും ഇക്കാര്യം സമ്മതിക്കാറേ ഇല്ല. അതായത് താങ്കൾ കൽക്കി ഡാം സൃഷ്ടിച്ച സമയത്ത് അഖിലേഷ് യാദവ് ആ ടെന്റെല്ലാം എടുത്ത് കളഞ്ഞു എന്ന് കേട്ടു. അതെ, അത് 100% സത്യമാണ്. നവംബർ 7, 2017 കൽക്കി ഡാം ഉണ്ടാക്കാനായിട്ടുള്ള പണികളൊക്കെ ബേസിക്കായിട്ട് നടന്നുകൊണ്ടിരുന്നു. നമ്മുടെ നാട്ടിലുള്ള ആയിരക്കണക്കിനുള്ള സന്യാസിയും സ്വാമിമാരുമാണ് അവിടെ വന്നത്. കൽക്കി ഭഗവാന്റെ പല ലക്ഷ ഭക്തന്മാര് പല നാടുകളിൽ നിന്നാണ് അന്ന് വന്നിരുന്നത്. ഗർഭഗ്രഹത്തിനായിട്ടുള്ള കുഴി അന്ന് തോണ്ടിയിരുന്നു. പക്ഷെ നവംബർ 6, 2016 അഖിലേഷ് യാദവിന്റെ ഗവൺമെന്റ് ഞങ്ങളത് ചെയ്യാൻ പാടില്ലെന്ന് തടഞ്ഞു. ആ ടെന്റ് തന്നെ പൊക്കി അവിടെ എറിഞ്ഞു. പക്ഷെ നിങ്ങൾ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം നോക്കണം, അദ്ദേഹത്തിന്റെ ടെന്റ് അവിടെ നിന്ന് അങ്ങോട്ട് പൊക്കി എറിഞ്ഞു. നോക്കൂ, അദ്ദേഹത്തിന്റെ കൺസേൺ ആക്ച്വലി പിന്നെ 2017 അദ്ദേഹത്തിന്റെ ടെന്റ് അവിടുന്ന് അടിച്ചെറിഞ്ഞു എല്ലാരും കൂടെ. ഇന്ന് വരെ ഒരു വാഴ പോലും നടാൻ പറ്റിയിട്ടില്ല. പക്ഷേ നോക്കൂ, അദ്ദേഹത്തിന്റെ ചിന്തകളെല്ലാം ശരിയായിരുന്നില്ലേ? സമ്പൽ അങ്ങനെയുള്ള ഒരു സ്ഥലം, അവിടെയാണെങ്കിൽ മുസ്ലിങ്ങളാണ് വളരെ കൂടുതലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് താങ്കൾ ക്ഷേത്രം പണിതാൽ അവിടെ വലിയ പ്രശ്നം ഉണ്ടാവില്ലേ? 1947 ആരാ പിരിച്ചത്? അപ്പൊ അവിടെ കൽക്കിദാമൊന്നും ഇല്ലല്ലോ. കൽക്കിദാം ഉണ്ടാക്കാനുള്ള ഒരു സംസാരം പോലും ഇല്ല. എല്ലാം പിരിഞ്ഞതിന് ശേഷം അമ്പലവും മസൂദിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. ഇതുപോലത്തെ പോരാട്ടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആരെ കൊണ്ട് പറ്റുമെങ്കിൽ അവരെ കൊണ്ടേ പറ്റത്തുള്ളൂ. അവരുടെ മനസ്സിൽ ഒരുപാട് കറകളുണ്ട്. അവർക്കൊരു മതമെന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല. അവരുടെ മതങ്ങളൊക്കെ കണ്ണിന്റെ തെറ്റായ ഒരു നോട്ടത്തില് ഇന്റർപ്രിട്ടേഷൻ ചെയ്യുവാണ്. മതമെന്ന് പറയുന്നത് അത് മനുഷ്യന്റെ ജീവിതം ആരംഭിക്കുന്ന സമയം തൊട്ട് അവസാനം വരെ അത് തീരുന്ന കാര്യമാണ്. പക്ഷെ എങ്ങനത്തെ മതമാണ്? അതില് സ്നേഹം, കരുണ, സ്വസ്ഥത, പിന്നെ ദയ, പിന്നെയും കരുണ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവം നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? കരുണ. ദൈവം നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിട്ട് പോയിരിക്കുന്നത്? കരുണ കാണിക്കാനായിട്ട്, ദയ കാണിക്കണമെന്ന്. ദയയുടെ കടൽ. ആരാണോ ദയ കാണിക്കുന്നത്, ആരാണോ കരുണ കാണിക്കുന്നത്, അവരെ കൊണ്ട് ഒരിക്കലും വെറുപ്പിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റത്തില്ല. എങ്ങനെ അവരെ കൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റും? പ്രശ്നം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നവരുടെ അവസ്ഥയാണിത്. ഈ ഭാരതത്തില് ഇന്നിങ്ങനെയൊക്കെയാണുള്ളത്. ഇങ്ങനെ തന്നെ ആയിരിക്കും, നാളെയും ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നവരെ, ഇത് തന്നെ പണിയായിട്ട് കരുതി നടക്കുന്നവരെല്ലാരെയും അപ്പോഴൊരുത്തനുണ്ടായിരുന്നു, ഇന്നും ഒരുത്തനുണ്ടായിരിക്കും, നാളെ ഒരുത്തൻ വരും. താങ്കൾ ഫറൂഖ് അബ്ദുള്ളയെ എന്ത് വിചാരിച്ചാണ് വിളിച്ചത്?
പ്രശ്നം ഉണ്ടാക്കുന്ന ആളായിട്ടാണോ അതോ പ്രശ്നം തീർക്കുന്ന ആളായിട്ടാണോ? ഇതാ നോക്കൂ, ഒരു തനിച്ചുള്ള മനുഷ്യൻ രജത് ശർമ്മയും കാണും, ഫറൂഖ് അബ്ദുള്ളയും കാണും. പിന്നെ രജത് സാർ, ഫറൂഖ് അബ്ദുള്ള സാറിന്റെ പൊളിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, അതൊന്നും ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല. പക്ഷേ എപ്പോഴാണോ ഡോക്ടർ ഫറൂഖ് അബ്ദുള്ള കൽക്കിദാമിലോട്ട് വന്നത്, അന്ന് അദ്ദേഹം രാമന്റെ പാട്ടാണ് പാടിയിരുന്നത്. അന്ന് അദ്ദേഹം എന്റെ ഒപ്പം ഇരുന്നുണ്ട്. ആ സമയം അന്ന് ജമ്മു കാശ്മീരിൽ വലിയൊരു ആക്രമണം ഉണ്ടായിരുന്നു. ഞാനെന്ന് അപ്പം അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു, ഫറൂഖ് സാർ, ഇതുപോലത്തെ നാഷണൽ ഇന്റഗ്രേഷൻ, കാമി മോദി പോലത്തെ കാര്യങ്ങൾ, സമ്പ്രദായങ്ങളൊക്കെ വെറും സ്റ്റേജിൽ മാത്രമാണ് നടക്കുന്നത്. റിയാലിറ്റിയിൽ അത് വർക്കൗട്ട് ആവുന്നില്ല. അതുകൊണ്ട് ഇതുപോലത്തെ സമ്പ്രദായ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആവാണ്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നതെന്നാ ചോദിച്ചേ. അപ്പൊ ഞാനെന്ന് ചോദിച്ചത്, നിങ്ങൾ കൽക്കിദാമിൽ എന്റെ ഒപ്പം വന്ന് യജ്ഞം ചെയ്യാൻ പറ്റുമെന്നാ ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞത് അതിലൊരു തെറ്റും ഇല്ലല്ലോ എന്നാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ നല്ലപോലെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയെന്ന. ഉടനെ അദ്ദേഹം അന്ന് പറഞ്ഞത് കുഴപ്പമില്ല, ഞാൻ നോക്കിയോളാം എന്നാണ്. എന്ത് നടന്നാലും ഐ വിൽ ഫേസ് ഇറ്റ്. ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് യജ്ഞം എന്ന് വെച്ചാൽ എന്താന്ന് പോലും അറിയത്തില്ലായിരുന്നു. അദ്ദേഹം വന്നതും അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത് ആവോധി ഇടണമെന്നായിരുന്നു. യജ്ഞത്തിൽ ബ്രഹ്മൻ പറഞ്ഞിട്ടുണ്ട് ആവോധി ഇടണമെന്നുള്ള കാര്യം. യജ്ഞബ്രഹ്മയിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ പ്രമോദ് കൃഷ്ണ മന്ത്രപ്രകാരം ഇക്കാര്യം ഫറൂഖ് സാറിന് പോലും ശരിക്കും അറിയത്തില്ല. ഞാനൊരു മന്ത്രം പഠിച്ചിരുന്നതാ. ओम इंडियन मुजाहिदीनम हन फट स्वाहा. അദ്ദേഹം അതിന് ആവോധി ഇട്ടതാ. ഏത് ഫറൂഖ് അബ്ദുള്ളയാണോ ഇന്ത്യൻ മുജാഹിദിനെതിരെ ഹോമം ചെയ്യുന്നോ രാമന്റെ പാട്ട് പാടുന്നുണ്ടോ, എനിക്ക് ആ ഒരു ഫറൂഖ് അബ്ദുള്ളയെ മാത്രമേ അറിയത്തുള്ളൂ. വലിയൊരു കോൺട്രവേഴ്സി എപ്പോൾ സംഭവിച്ചെന്ന് വെച്ചാൽ താങ്കൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചിരുന്നു. അപ്പോഴാണ്. പിന്നെ വേറെ ആരെയാ വിളിക്കണ്ടേ? എങ്കിൽ കോൺഗ്രസിലുള്ള രാഹുൽ ഗാന്ധിയെ വിളിക്കാമായിരുന്നില്ലേ? സോണിയാഗാന്ധിയെ വിളിക്കാമായിരുന്നു. രജത് സാർ, നെറ്റിയിലാണ് തിലക ഇടാൻ പറ്റുന്നത്. പിന്നെ രജത് സാർ, ഇത് നമ്മുടെ ഒരു ശാസ്ത്രമാണെന്ന് നിങ്ങൾ കരുതിക്കോണം. ചെയ്യേണ്ട കാര്യം ഞാൻ കറക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകണം. ഏതൊരു അമ്പലം പണിയുന്ന സമയത്ത് ആ അടിക്കല്ല് വെക്കുന്നോ, അത് ചെയ്യാനായിട്ട് കൈകൾ രണ്ടും പവിത്രമായിട്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ രജത് സാർ, നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഒരു നല്ല ചോദ്യമാണിത്. മനസ്സിലുള്ള കാര്യം ഞാൻ അങ്ങനെ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു. എന്നോടതിന് ക്ഷമിക്കണം. ആചാര്യ പ്രമോദ് കൃഷ്ണ എവിടെ ഉണ്ടായാലും ശരി, പക്ഷേ തിരിച്ച് തന്നെയും പിന്നെയും കോൺഗ്രസിനെ കുറിച്ച് ചോദിക്കരുത്. ഇത് രാഷ്ട്രത്തിനെ പറ്റിയുള്ളൊരു ചോദ്യമാണ്. ഇത് സനാതന പാരമ്പര്യത്തിനെ കുറിച്ചുള്ളൊരു ചോദ്യമാണ്. ശ്രീ കൽക്കിദാമിന് അടിക്കല്ല് വെക്കുന്ന ആ ദിവസത്തില് ഒരു മനുഷ്യരും അന്ന് പറയത്തില്ല അദ്ദേഹം ബീഫ് കഴിക്കുന്നതിനുള്ള വക്കാലത്ത് പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് ഈ നാട്ടില് രാഷ്ട്രീയ വട്ടാരത്തില് നരേന്ദ്രമോദി ഒഴിച്ച ഒരു പവിത്രമായ കൈകൾ എനിക്ക് അറിയത്തില്ല. വേറെ ആരെ കൊണ്ട് ആ കല്ല് വെക്കാൻ കഴിയത്തില്ല. പിന്നെ നിങ്ങൾ ഈ കാര്യം ഒരു പ്രാവശ്യമല്ല 100 വട്ടം ചോദിച്ചാലും ഞാൻ ഇത് തന്നെ പറയത്തുള്ളൂ. എന്നെ കൊണ്ടുപോയി തൂക്കി കൊല്ലുവാന്ന് വെച്ചാലും ശരി, ഞാൻ ഈ കാര്യം എൻ്റെ കൊക്കി ജീവനുള്ള കാലം വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. നരേന്ദ്രമോദി അങ്ങനത്തെ ഉള്ള ഒരു മനുഷ്യനാണ് ഈ നാടിന്റെ രാഷ്ട്രീയ കാര്യത്തില്, ജനകീയത്തിന്റെ കാര്യത്തില്. നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഒരുപാട് പ്രധാനമന്ത്രികൾ വന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേര് വരുകയും ചെയ്യും. എല്ലാരും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. എല്ലാരും അവരവരുടെ വിധത്തിൽ ഈ നാടിന് വേണ്ടി സേവകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നരേന്ദ്രമോദിയെ പോലെ ഇനി ആരും വരാനും പോകുന്നില്ല, ഇനി ഒരാൾ വരുത്തുമില്ല. ആചാര്യജി, താങ്കൾ ഒരു സൈഡിൽ നരേന്ദ്രമോദിയെക്കുറിച്ച് സംസാരിക്കുന്നു, സനാതന ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുന്നു, കൽക്കി ഭഗവാനെക്കുറിച്ച് സംസാരിക്കുന്നു. മറുപക്കം നോക്കുകയാണെങ്കിൽ താങ്കൾ നബി നമ്മുടെ സ്വന്തമാണെന്നും പറയുന്നു. ബേഗം ബസാർ നമ്മുടെ സ്വന്തമാണ്, നമ്മൾ അവർക്കും സ്വന്തം. ഈ ഡബിൾ ഗെയിം എങ്ങനെയാ ശരിയാകുക? നോക്കൂ രജിത് സാർ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഏറ്റവും വലിയൊരു ജേർണലിസ്റ്റാണ്. നിങ്ങളുടെ ഈ കഴിവിന് ഞാൻ കൈകൂപ്പി നന്ദി പറയുന്നു. സത്യമായിട്ട് ഞാൻ കൈകൂപ്പി പറയുന്നു. ഏതൊരു സൂഫിയും ചന്ദ്ര, സോൾ, ബേഗംബസ്, ഋഷി, മുനി, മഹാത്മാ, ത്യാഗി, തപശ്രീ, അവതാരം ഏതൊരു കമ്മ്യൂണിറ്റിയിലും ജനിക്കുന്നില്ല. ഒരു കുറിയുള്ള ജാതിക്ക് വേണ്ടിയുമല്ല, ഒരു ടാർഗറ്റഡ് രാജ്യത്തിനു വേണ്ടിയോ അല്ല, തനിച്ചുള്ളൊരു വർഗത്തിനു വേണ്ടിയോ അല്ല.
പറയുന്നതിന് ക്ഷമിക്കണം. അവർ ഈ നാടിനുള്ള എല്ലാവർക്കും സ്വന്തമാണ്. ഈ നാട്ടിലുള്ള ജനങ്ങൾ എല്ലാവർക്കും വേണ്ടിയുള്ള സ്വന്തം. ഏതൊരു സൂഫി, മഹാത്മാ, ചന്ദ്ര, ഋഷി, എത്ര പേര് വന്നാലും ശരി, ബേഗംബർ, റസൂൽ, എത്ര പേര് വന്നാലും ശരി, എന്തോരും ഭഗവാന്റെ അവതാരം ഉണ്ടെങ്കിലും ശരി, അവർക്ക് ഈ മുഴുവൻ ലോകത്തിന് വേണ്ടി, നല്ലതിനു വേണ്ടി വന്നവരാണ്. അവരുടെ മേത്ത് ഇവർക്ക് ഒരാൾക്ക് മാത്രമേ റൈറ്റ്സ് ഉള്ളൂ എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. നിങ്ങൾക്കുള്ള റൈറ്റ്സ് എനിക്കുണ്ട്. ഞാൻ പിന്നെയും ഇത് തന്നെയാ പറയുന്നത്. ശ്രീരാമൻ എത്രയൊക്കെ ഹിന്ദുക്കാർക്ക് സ്വന്തമാണ്, അത്ര അളവിന് ഒരു മുസ്ലിംസിനും സ്വന്തമാണ്. പിന്നെ ബേഗംബർ എത്രയൊക്കെ മുസ്ലിംസിന് സ്വന്തമാണോ അത്ര അളവിനാണ് നമുക്കും അദ്ദേഹം സ്വന്തം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇക്കാര്യം കോൺഗ്രസിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ആണെന്നും പറയത്തില്ല, അങ്ങനെ ഇല്ലെന്നും ഞാൻ പറയത്തില്ല സാർ ഒരിക്കലും. ഞാൻ കോൺഗ്രസിലുള്ള കാലത്തും ശരി, സത്യത്തിന്റെ ഭാഗത്ത് മാത്രമാണ് സാർ ഞാൻ ഉണ്ടായിരുന്നത്. ഇന്ന് ഞാൻ കോൺഗ്രസിന്റെ ഒപ്പം ഇല്ല, പക്ഷെ ഇപ്പോഴും ഞാൻ സത്യത്തിന്റെ ഭാഗത്തുണ്ട്. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. ഓരോ ഭരണവും വരും പോകും, ഓരോ കക്ഷിയും വരും പോകും, ഓരോ പാർട്ടികളും നേതാവും വരും പോകും, ചെറുപ്പം പോകാം, നശിച്ചു പോകാം. പക്ഷെ സനാതനം അങ്ങനെ തന്നെ ഉണ്ടാവും, രാഷ്ട്രീയവും അങ്ങനെ തന്നെ ഉണ്ടാവും. നിങ്ങൾ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണേ ചോദിക്കാം. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാ, താങ്കൾ പാടിയ ഒരു പാട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ കേട്ടു. നബി എത്രത്തോളം നിങ്ങളുടേതാണോ അത്രത്തോളം ഞങ്ങളുടേതും. സർ, ഇപ്പം ഞങ്ങൾക്ക് വേണ്ടി ആ പാട്ടൊന്ന് പാടാൻ പറ്റുമോ? അത് ഞാൻ എഴുതിയ ഒരു പാട്ടിന്റെ ചെറിയ വരി മാത്രമാണത്. അത് ഞാൻ പ്രോഫിറ്റ് മുഹമ്മദ് സാറിന് വേണ്ടി എഴുതിയ ഒരു പാട്ടിന്റെ വരി മാത്രമാണത്. എന്നെ ഒരു കാലത്ത് പ്രോഗ്രാമിലോട്ട് ഇൻവൈറ്റ് ചെയ്തിരുന്നു, ഹൈദരാബാദിലോട്ട്. ഹൈദരാബാദിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അവർ ചോദിച്ചിരുന്നു, ആപ്കി അദാലത്ത് പ്രോഗ്രാം കാണുമ്പോൾ ആരെങ്കിലും ഒരാൾ ഈ ചോദ്യം ചോദിക്കണമെന്ന്. കാതി പഞ്ഞു വെച്ച് അടച്ചാൽ പോലും ഇത് കേട്ടേ പറ്റൂ. ഒരു ഹിന്ദു മതഗുരു, ഒരു ഹിന്ദു മത ആചാര്യൻ എന്തും ഒടിച്ചു സംസാരിക്കുന്ന പ്രമോദ് കൃഷ്ണൻ എന്ത് പറയുമെന്ന് അവർ വിചാരിക്കും. ഈ മെസ്സേജ് തീർച്ചയായിട്ടും അവർക്കൊക്കെ പോയി ചേരണം. കളിയാക്കുന്നവർക്കൊക്കെ ഇത് തിരിച്ചടിയായിരിക്കണം. ആരൊക്കെയാണോ നമ്മുടെ ശ്രീരാമന്റെ പാരമ്പര്യത്തെ കളിയാക്കിയത്, അവർക്കിതൊരു തിരിച്ചടിയാണ്. मेरे सीने की धड़कन है, मेरी आंखों के तारे हैं, सहारा बेसहारों का खुदा के वो दुलारे हैं. മറ്റൊന്നും ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതൊരു മെസ്സേജ്, അതായത് ജനങ്ങൾക്ക് നമ്മൾ പറയുമല്ലോ, അതായത് ഹിന്ദു അവരുടെ ദൈവം വേറെയാണ്, മുസ്ലിംസിന്റെ ദൈവം വേറെയാണ്, അവർക്കായിട്ടുള്ള മെസ്സേജാണിത്. सहारा बेसहारों का खुदा के वो दुलारे हैं, समझ कर तुम फकत अपना उन्हें तकसीम ना करना, नबी जितने तुम्हारे हैं नबी उतने हमारे हैं. പിന്നെ രജത് സാർ, ഇവിടെ എന്തോരം പേര് ഇരിക്കുന്നോ അവരെല്ലാവരും ഇന്ത്യൻസ് ആണ്. അവരൊക്കെ സനാതനത്തിന് നല്ലപോലെ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. പിന്നെ രജത് സാർ, ഹിന്ദുത്വത്തെ ആരൊക്കെ എതിർക്കുന്നു അവരൊക്കെ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം കാണും. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ കയ്യടി ശബ്ദം അവരുടെ മനസ്സിലൊരു വിഷമത്തിനെ ഉണ്ടാക്കും. 90% ഹിന്ദുക്കളാണ് ഇരിക്കുന്നത്. നബിക്ക് വേണ്ടി ഈ പ്രമോദ് കൃഷ്ണൻ ഈ പാട്ട് പാടിയപ്പോൾ അതിനു വേണ്ടി എല്ലാവരും കൈയടിച്ചിട്ടുണ്ട്. പിന്നെ രജത് സാർ, ഇതാണ് സനാതനം, ഇതാണ് ഈ ഭാരതം. താങ്കൾ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം. ഇപ്പോൾ നമുക്ക് ആപ്കി അദാലത്തിൽ ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഇദ്ദേഹത്തോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരുന്നതായിരിക്കും. ഒരു പാവപ്പെട്ട് വീട്ടിൽ ജനിച്ച ഒരു മനുഷ്യൻ, ചായക്കട നടത്തുന്ന ഒരു വീട്ടിൽ ജനിച്ച ഒരു മനുഷ്യൻ, ആലോചിക്കണം, അദ്ദേഹം ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിയായി 500 വർഷം നടന്ന ഒരു പ്രശ്നത്തിലുള്ള ഒരു അവസാനം കൊണ്ടുവന്ന് ശ്രീരാമന്റെ അമ്പലം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. അപ്പൊ സനാതനം തീർച്ചയായിട്ടും ജീവനോടെയാണ് ഉള്ളത്. അതാണ് സനാതന ധർമ്മം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആചാര്യ പ്രമോദ് കൃഷ്ണമിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം,
ആപ്കി അദാലത്തിൽ ആചാര്യ പ്രമോദ് കൃഷ്ണമ്മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം നന്ദിയില്ലാത്തൊരു വ്യക്തിയാണ് എന്നുള്ളതാണ്. നോക്കൂ ആചാര്യജി, താങ്കൾക്ക് 35 വർഷം രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനമുണ്ടായിരുന്നു. അതായത് കോൺഗ്രസ് പാർട്ടി 2 പ്രാവശ്യം താങ്കളെ ലോക്സഭ ഇലക്ഷനിൽ നിർത്തി. അങ്ങനെ താങ്കൾക്കൊരു അന്തസ്സും അംഗീകാരവും പേരും അവർ നൽകി. പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ മെമ്പറും ആക്കി. പക്ഷെ താങ്കൾ അതെല്ലാം മറന്നു ഓടിപ്പോയി. ഞാൻ ഏത് കോൺഗ്രസിലാണോ മെമ്പറായിട്ടിരുന്നത്, ഞാൻ ഏത് കോൺഗ്രസിലാണോ ട്രാവൽ ചെയ്തത്, ആ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അത് മഹാത്മാഗാന്ധിയുടെ കോൺഗ്രസ്. എന്റെ കൊച്ചു പ്രായം തൊട്ട് തന്നെ കോൺഗ്രസിന് വേണ്ടി ഒരുപാട് ആദരവ് കൊടുത്തവനാണ് ഞാൻ. എനിക്കൊരു 18-19 വയസ്സുള്ളപ്പോഴാണ് ഞാൻ രാജീവ് ഗാന്ധിയെ കാണുന്നത്. അദ്ദേഹത്തെ ഞാൻ കണ്ടു. രാജേഷ് പൈലറ്റ് സാറ് സ്റ്റുഡൻസ് മൂവ്മെന്റിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് രാജീവ് ഗാന്ധി അദ്ദേഹത്തെ എനിക്ക് കാണിച്ചു തന്നു. രാജീവ് ഗാന്ധി അദ്ദേഹത്തെ കണ്ടതിന് ശേഷമാണ് എനിക്കൊരു സങ്കല്പം ഏർപ്പെട്ടത്. ഞാനൊരു വാക്ക് കൊടുത്തു, ഒരു വാക്കുരുതി കൊടുത്തു. ജീവിതകാലം മുഴുവനും ചാകുന്നവരെ ഞാൻ കോൺഗ്രസിൽ തന്നെ കാണുമെന്ന്. പിന്നെ ഞാൻ കോൺഗ്രസ് വിട്ടതല്ല. പക്ഷേ ഏത് കോൺഗ്രസ് ആണോ മഹാത്മാഗാന്ധിയുടെ കോൺഗ്രസ് ആയിട്ടിരുന്നേ, ആ കോൺഗ്രസിന്റെ ആരംഭം, ആ കോൺഗ്രസിന്റെ സഭ അല്ലെങ്കിൽ ഒരു ശുഭ ആരംഭം വന്ദേ മാതരം അല്ലെങ്കിൽ രഘുപതി രാഘവ രാജാറാം എന്നാണ് ആരംഭിച്ചത്. അത് മഹാത്മാഗാന്ധിയുടെ കോൺഗ്രസ്, മുഹമ്മദ് ജിന്നയുടെ വഴിയിലായിരുന്നു അത് പോയിരുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ വഴക്കിട്ടത്. അല്ലല്ല, അതിനല്ല താങ്കൾ വഴക്കുണ്ടാക്കിയത്. താങ്കൾ വഴക്കുണ്ടാക്കിയത് എന്തിനാണെന്ന് വെച്ചാ, നരേന്ദ്രമോദി രാമക്ഷേത്രത്തിന്റെ കല്ലിടിയിൽ ചടങ്ങിന് പോകുന്ന സമയത്ത് കോൺഗ്രസിന് ഇൻവിറ്റേഷൻ ലഭിച്ചു. പക്ഷേ കോൺഗ്രസ് അതിന് പോയില്ല. അവർ കരുതിയത് ഇത് BJPയുടെ ഫംഗ്ഷനാണ്, നമ്മൾ പോകാൻ പാടില്ലെന്ന്. പക്ഷേ ആചാര്യ കൃഷ്ണ അതിൽ പങ്കെടുത്തു. രജത് സാർ, ആചാര്യ പ്രമോദ് കൃഷ്ണൻ എന്തിനു വേണ്ടിയാ പോയെന്ന് വെച്ചാൽ, ശ്രീരാമന്റെ കാര്യത്തിലും ഈ ഭാരതത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല. ശ്രീരാമൻ ഈ ഭാരതത്തിന്റെ ആത്മാവാണ്. 500 വർഷത്തെ പോരാട്ടത്തിന് ശേഷം, 500 വർഷത്തെ പോരാട്ടം, 1000 ജീവനെ ബലിയായിട്ട് കൊടുത്തതിന് ശേഷം എന്തോരും പോരാട്ടങ്ങളാണ്, എന്തോരും പ്രശ്നങ്ങളും വഴക്കുകൂടലും എല്ലാത്തിനു ശേഷവും അവസാനം ഇങ്ങനെ ഒരു നല്ല കാര്യം ഇപ്പോ സംഭവിച്ചിരിക്കുന്നത്. ഭഗവാൻ ശ്രീരാമന്റെ ജന്മസ്ഥലത്ത് തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഒരു അമ്പലം പണിഞ്ഞിരിക്കുന്നത്, അതിനുവേണ്ടിയുള്ള നിലക്കല്ല് വെക്കുന്നു, അതിനുവേണ്ടിയുള്ള ഡേറ്റ് കുറിക്കുന്നു. പക്ഷെ അതിനെ എതിർക്കുന്നത്, അതിനെ സമ്മതിക്കാണ്ടിരിക്കുന്നത്, അന്ന് ഞാൻ പറഞ്ഞതാ, അന്ന് ഞാൻ കോൺഗ്രസിലായിരുന്നു. അന്ന് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, രാമനെ ഇൻവിറ്റേഷൻ കിട്ടുവാണെങ്കിൽ അത് വളരെ വലിയ സൗഭാഗ്യമാണ്. അതിനെ ഒതുക്കി വിടുന്നത് വളരെ വലിയൊരു ദുരദൃഷ്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ഈ വാക്ക് പറഞ്ഞതാണ്. എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്, ഞാൻ ഉറപ്പായിട്ടും പോകും, നിങ്ങളും പോകണമെന്ന്. അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? അല്ല, നിങ്ങളൊന്ന് കേൾക്കണം രജിത് സാർ, നിങ്ങൾ കേൾക്കണം. കോൺഗ്രസിൽ അന്ന് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, രാമന്റെ അമ്പലത്തിന്റെ ഈ പൂജ, അതായത് ഒരു BJPക്കാരുടെ പൂജ എന്നാണ് അവർ പറഞ്ഞത്. അതൊരു സംഘത്തിന്റെ ഫംഗ്ഷനാന്ന് അവർ പറഞ്ഞേ. ഇന്ന് അടിക്കല്ല് വെച്ചിട്ട് ഏകദേശം 1 വർഷം ആവാറായി. എന്നിട്ട് എന്താ നിങ്ങൾ അങ്ങോട്ട് പോവാത്തത് ഇതുവരെ? രണ്ടാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ആ കല്ലടിയിൽ ചടങ്ങ് നടക്കുന്ന സമയത്ത് അവിടെ ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു, പ്രത്യേകിച്ചും ഐശ്വര്യ റായുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നെന്ന്. രാഹുൽ ഗാന്ധി എങ്ങനെയാണോ ഇരിക്കുന്നത്, അദ്ദേഹത്തിന്റെ സ്വപ്നം അങ്ങനെ തന്നെയല്ലേ ഇരിക്കുള്ളൂ. സത്യമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, അന്ന് അടിക്കല്ല് വെക്കുന്ന ആ പൂജയുടെ അന്ന് ഓരോ ഫുട്ടേജും ഓരോ പിക്ചറും ഈ ലോകം മുഴുവൻ എല്ലാരും കണ്ടോണ്ടിരുന്നത് നിങ്ങളും കണ്ടിരിക്കില്ല. ഞങ്ങൾ കണ്ടില്ല. പക്ഷെ അത് രാഹുൽ ഗാന്ധിയുടെ സ്വപ്നത്തിൽ മാത്രം എങ്ങനെയാണ് വന്നത്? രാഹുൽ ഗാന്ധിജി എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അവിടെ പാട്ടും ഡാൻസും ഒക്കെ നടക്കുന്നു. അതെ, ഉറപ്പായിട്ടും. അല്ലാണ്ട് അവിടെ പോരാട്ടമൊന്നുമില്ല നടക്കുന്നത്. ഭഗവാൻ ശ്രീരാമന്റെ പിന്നെ രജത് സാർ, ഭഗവാൻ രാമന്റെ ജന്മഭൂമി, അവിടെ അമ്പലത്തിന്റെ ആദ്യത്തെ കല്ല് വെക്കുന്ന ആ പൂജയാണ്, അത് അദ്ദേഹത്തിന്റെ ജന്മഭൂമിയാണ്. അവരിൽ ആരൊക്കെ ഡാൻസ് കളിച്ചു? ഞാൻ തന്നെയാണ്. ഞാൻ നല്ലപോലെ കളിച്ചു. വേണമെങ്കിൽ ഇനിയും ഞാൻ കളിക്കും. സന്യാസിമാരെല്ലാരും കളിച്ചു. ആ മുഴുവൻ അയോധ്യ പോലും ശരിക്കും കളിച്ചു. രജത് സാർ, ഈ മുഴുവൻ ഇന്ത്യയിലുള്ള എല്ലാവരും വീട്ടിലിരുന്ന് കളിച്ചതാണ്. രാഹുൽ ഗാന്ധി ഒരു കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. കല്ലിടിയിൽ ചടങ്ങ് നടക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ അംബാനിയെ കണ്ടു കാണും, അദാനിയെ കണ്ടു കാണും, അതുമാത്രമല്ല അമിതാഭ് ബച്ചനെയും കണ്ടു കാണും, അങ്ങനെയുള്ള പണക്കാരെയൊക്കെ കണ്ടു കാണും. പക്ഷേ ഏതെങ്കിലും ഒരു പാവപ്പെട്ട വ്യക്തിയെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു.
രാഹുൽ ഗാന്ധിജിയുടെ കണ്ണെന്ന് ആരാ കെട്ടിവെച്ചെന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല സാർ. അദ്ദേഹത്തിന് അയോധ്യയില് സബരി ഡാൻസ് കളിച്ചത് കണ്ടിരിക്കത്തില്ല. അയോധ്യയിലുള്ള മീൻ പിടിക്കുന്ന ആൾക്കാർ കളിച്ചത് അദ്ദേഹത്തിന് അറിയില്ല. നിഷാൻ കളിച്ചതും അദ്ദേഹം കണ്ടിരിക്കാൻ ചാൻസ് ഇല്ല. അദ്ദേഹത്തിന് ജഡായു കളിച്ചതും അറിയത്തില്ല. അദ്ദേഹത്തിന് ജംവന്ത് ഡാൻസ് കളിച്ചതും അറിയത്തില്ല. അദ്ദേഹത്തിന് ആചാര്യ പ്രമോദ് കൃഷ്ണ ഡാൻസ് കളിച്ചതും അറിയത്തില്ല. അന്ന് അദ്ദേഹത്തിനെ കണ്ട് അംബാനി, ഐശ്വര്യ റായൊക്കെ ഡാൻസ് കളിച്ചതിന് മാത്രമാണ് തേടിയിരിക്കുന്നത്. നിങ്ങൾ ഈ ചോദ്യം രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് നോക്കി ചോദിക്കണം, നിങ്ങളുടെ കാഴ്ചയ്ക്ക് എന്താ പ്രശ്നം പറ്റിയിട്ടുള്ളതെന്ന്. ഇത് കണ്ണു കാണാൻ പറ്റാത്ത ഒരു സഹിതം അസുഖം തന്നെയാണ്. എന്തൊക്കെ നോക്കുവാണെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെ ആയിരിക്കില്ലേ? എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ അവിടെ വന്നവരൊക്കെ പണക്കാരാണ്, ഫിലിം സ്റ്റാർ ആണ്, സെലിബ്രിറ്റികളാണ്. പക്ഷെ പാവങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ അവിടെ? അപ്പൊ ഈ പറഞ്ഞ വലിയ വലിയ ആൾക്കാരെയൊക്കെ പോയി കൊണ്ടുപോയി തൂക്കിലിട്ടേരെ. നാടിന്റെ നല്ല കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് പണക്കാരനും അതിൽ അവകാശമുണ്ട്, പാവപ്പെട്ടവനുമുണ്ട്. നാടിനെ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകാനായിട്ട് എല്ലാവർക്കും അതിൽ അവകാശമുണ്ട്. പക്ഷേ അവിടെ വന്നിട്ടുള്ളവരെല്ലാവരും പണക്കാരനാന്ന് പറഞ്ഞാൽ അത് വളരെ തെറ്റാണ്, തെറ്റായ ഒരു കാര്യമാണ്. പ്രധാനമന്ത്രി മോദിക്കും അദ്ദേഹത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞ് സ്പ്രെഡ് ചെയ്തതാ. നോക്കൂ, ഈ രാമന്റെ അമ്പലം, പിന്നെ ഈ കല്ല് വെച്ച പൂജ, ഇതൊന്നും തന്നെ ഇല്ല. കാരണം നിങ്ങൾ ഈ ചോദ്യമല്ല ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ചോദിക്കൂ, പോകൂ. അത് നിങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെയാണ് ചോദിക്കേണ്ടത്. എന്തുകൊണ്ടാ മോഡിയുടെ മേത്ത് ഇത്രയും വെറുപ്പ് നിങ്ങൾക്കുള്ളതെന്നുള്ളത്. നിങ്ങൾ ഈ കോർട്ടിലോട്ട് നരേന്ദ്രമോദിയെ ഒരുപാട് പ്രാവശ്യം വിളിച്ചതല്ലേ? എന്നെയും വിളിച്ചിട്ടുണ്ട്. പ്രണവ് മുഖർജി ഉണ്ടല്ലോ, എപ്പോഴെങ്കിലും രാഹുൽ ഗാന്ധി എന്നൊന്ന് വിളിക്കൂ. അതായത് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ താങ്കൾക്ക് റസാ ഗാലിബിന്റെ ഒരു കവിതയാണ് പാടാൻ പോകുന്നത്. मैं बुलाता तो हूँ उसको, मैं बुलाता तो हूँ उसको, मगर ये जज्बा दिल उस पे बन जाए कुछ ऐसी कि बिनाए न बने. സത്യമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ രജിത് സാർ, അത് ഈ ഡെമോക്രസിയുടെ ഒരു ദുരദിഷ്ടമാണ്. ഇതൊരു ഓപ്പോസിറ്റ് പാർട്ടിയുടെയും ദുരദിഷ്ടം തന്നെയാണ്. ഈ നാട്ടിൽ എന്തോരം പ്രധാനമന്ത്രികൾ വന്നിട്ടുണ്ടോ അവരെ എല്ലാവരും നശിപ്പിക്കാൻ നോക്കിയിട്ടുള്ളതാണ് ഈ ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ളത്. എതിർത്തു നിന്നിട്ടുണ്ട്. പക്ഷേ ഏതൊരു പ്രധാനമന്ത്രിയും വെറുപ്പ് കൊണ്ട് ഒരിക്കലും അത് തള്ളിക്കളഞ്ഞിട്ടില്ല. ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിലും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇത്രയും വലിയ കോൺഗ്രസിനെ ക്ലോസ് ചെയ്യാനായിട്ട് 15 വർഷം എടുത്തല്ലോ. എത്രയാണ്? ഈ മുഴുവൻ ഓപ്പോസിറ്റ് പാർട്ടി തന്നെ അദ്ദേഹത്തെ ഒരു തലവനായിട്ട് ഇപ്പൊ കരുതിയിരിക്കുന്നത്. അതിനൊരു സംഭവം കൊണ്ട് അവർക്ക് ഒരുപാട് സമയമെടുക്കും. അതൊരു വലിയ ദുരദിഷ്ടമാണ്. ഇവിടെ ഒരു നല്ല ആരോഗ്യമുള്ള ഒരു ഓപ്പോസിറ്റ് പാർട്ടി ഇല്ലല്ലോ. ആരോഗ്യമായിട്ടുള്ള ഒരു ഡെമോക്രസിക്ക് വേണ്ടി തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് പാർട്ടി വേണം. സത്യസന്ധതയുള്ള ഒരു പാർട്ടി ആയിരിക്കണം. അത് വെറും ഒരു കുരങ്ങുകൂട്ടം പോലെ ആയി പോകരുത്. പക്ഷേ ഇന്നൊക്കെ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ലെവൽ വളരെ കൂടുതലാണ്. രാഹുൽ ഗാന്ധി എന്താ പറയുന്നത് വെച്ചാൽ, ഗവൺമെന്റിന്റെ ഭരണം ശരിയല്ല, ഞങ്ങൾ പ്രതിപക്ഷത്തിന്റെ റോൾ നന്നായി ചെയ്യുന്നുവെന്നും. തെറ്റായ ഒരു കണ്ണിലാണ് അവരൊക്കെ കാണുന്നത്. ഇദ്ദേഹമാണ് നരേന്ദ്രമോദി. അദ്ദേഹം കറക്റ്റായിട്ടുള്ള ഒരു വഴിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. പക്ഷേ ഇവിടെയാണ് ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു കാര്യം കാണുന്നത്. താങ്കൾ പ്രിയങ്ക ഗാന്ധിക്ക് വളരെ ക്ലോസ് ആയ ഒരു വ്യക്തിയായിരുന്നു. താങ്കൾ പ്രിയങ്കയെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കണമെന്നും ആഗ്രഹിച്ചു. അങ്ങനെയുള്ള താങ്കൾ നരേന്ദ്രമോദിക്ക് വേണ്ടി കോൺഗ്രസിനെ വിട്ടിട്ട് ഓടിപ്പോയി. പ്രിയങ്ക ഗാന്ധിയെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയില്ലേ? ഇല്ല രജിത് സാർ, അതല്ല. ഞാൻ നരേന്ദ്രമോദി സാർക്ക് വേണ്ടിയല്ല കോൺഗ്രസ് ഇട്ടിട്ട് അവിടുന്ന് പോകുന്നത്. ഞാൻ കോൺഗ്രസ് വിട്ടിട്ടില്ല, ഒരിക്കലും വിടത്തില്ല. ഞാൻ രാമന്റെ അമ്പലത്തിന്റെ ആ കല്ല് വെക്കുന്ന പൂജയുടെ അന്ന് പോയിരുന്നു. കൽക്കി ഡാമിൽ അമ്പലം ഓപ്പൺ ആക്കാനായിട്ടുള്ള തീയതി ഫിക്സ് ചെയ്യാനാണ് പോയിരുന്നത്. അപ്പം നമ്മുടെ ഈ റെസ്പെക്റ്റഡ് പ്രധാനമന്ത്രി മോദി സാറിനെയാണ് ഞാൻ അന്ന് ഇൻവൈറ്റ് ചെയ്യാൻ പോയത്. അതിനുശേഷം വന്ന ആ ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ, അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, കോൺഗ്രസിൽ ഈ കാര്യം വേറെ രീതിക്കാണ് എടുത്തു വച്ചിരിക്കുന്നതെന്ന്. അതെന്താന്ന് വെച്ചാൽ, പാർട്ടി വിട്ടു പോകാനായിട്ടുള്ള ഒരു ലെറ്റർ എനിക്ക് കുറച്ചുകൂടെ ലേറ്റ് ആയിട്ട് കിട്ടും, അതുകൊണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി എന്നെ പാർട്ടിയിൽ നിന്ന് എപ്പോഴേ പുറത്താക്കിയെന്ന്. രജത് സാർ, സനാതനം ഇപ്പോഴും ജീവനോടെയാണുള്ളത്. ഭാരതം അതെപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കണം. ഒരു പ്രശ്നം മാത്രമല്ല, 1000 പ്രശ്നം വന്നാലും ഞാനത് നേരിടാനും റെഡിയാണ്. പക്ഷേ സനാതനത്തിന്റെ കാര്യത്തിൽ കോംപ്രമൈസിന് റെഡിയല്ല. ഞാൻ ആക്ച്വലി കോൺഗ്രസ്സുകാരോടൊക്കെ ചോദിച്ചു. അവർ പറഞ്ഞത് താങ്കളെ 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് നീക്കിയിരിക്കുകയാണെന്ന്. അവർ പറയുന്നു ചേച്ചിക്കും അനിയനും തമ്മിൽ താങ്കൾ പ്രശ്നം ഉണ്ടാക്കുന്നു, രാഹുലിനെയും പ്രിയങ്കയും വഴക്കുണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്ന്. അപ്പൊ എന്താ ഞാനാണോ വഴക്കിടാൻ വെക്കുന്നത്?
ശരി, ഒരു കാര്യം പറയൂ രജി സാർ. 1939 ആരംഭിച്ച് 2022 വരെ 64 വട്ടം കോൺഗ്രസ് തോറ്റുപോയി. 64 വട്ടം പണ്ഡിറ്റ് നെഹ്റുവിന്റെ മുമ്പിലെ തോറ്റത്. ഇന്ദിരാഗാന്ധിയുടെ മുന്നേയും തോറ്റുപോയിട്ടുണ്ട്. കോൺഗ്രസിൽ ഒരുപാട് പ്രശ്നങ്ങൾ ധനശേഖർജിയുടെ മുന്നേ ഒടിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൽ പിന്നെ നരസിംഹറാവു വന്നില്ലേ, തിവാരി, പിന്നെ തിവാരി വന്നില്ലേ, ശരത് പവാർ, PS ധൻവാ, പിന്നെ താരിഖ് അൻവർ. അദ്ദേഹം പാർട്ടി ഇട്ടിട്ട് തന്നെ പോയി. അദ്ദേഹം പുറത്തുനിന്ന് വന്ന ആൾക്കാരെ കുറിച്ച് തന്നെ പറഞ്ഞു, ഒരിക്കലും പ്രധാനമന്ത്രി ആവാൻ കഴിയില്ല, കാരണം അവർ വെളിനാട്ടിൽ നിന്ന് വന്ന ആളാണെന്നുള്ള കാരണം. ഒരു കാര്യം ഞാൻ ആദ്യം പറയട്ടെ, ഞാൻ ആദ്യം ജനിച്ചത് 1965 അതിനു മുമ്പ് കോൺഗ്രസ് ഒരു 45 വട്ടം തോറ്റിട്ടുണ്ട്. അതൊക്കെ ആരുകൊണ്ടായിരിക്കും അപ്പോ? പക്ഷേ ഇങ്ങോട്ട് നോക്കൂ, താങ്കൾ 2024 42 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് അതിനുള്ള യോഗ്യതയില്ല, പ്രിയങ്ക ഗാന്ധി വേണം പ്രസിഡന്റ് ആകേണ്ടത്. അതുപോലെ റായ്ബറേലിയിൽ പ്രിയങ്ക മത്സരിക്കണമെന്ന് പറഞ്ഞതും താങ്കളാണ്. അതുപോലെ പ്രിയങ്ക പ്രധാനമന്ത്രി ആവണമെന്ന് പറഞ്ഞതും താങ്കളാണ്. അതൊരു വഴക്കുണ്ടാക്കലല്ലേ? ഞാൻ പറഞ്ഞത് സത്യം തന്നെ. ഞാനത് ഇപ്പോഴും നിങ്ങളോട് പറയും, എപ്പോഴും ഞാൻ പറയും അത്. പക്ഷെ നോക്കൂ, അത് സംഭവിക്കുന്നത് വളരെ കഷ്ടമാണ്. എന്നുവരെയാണോ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് കോൺഗ്രസിന്റെ കമാൻഡ് കയ്യിലുള്ളത്, അതുവരെ പ്രിയങ്ക ഗാന്ധിക്ക് ഒന്നും പറ്റത്തില്ല. പിന്നെ മറ്റൊരു കാര്യം രജത് സാർ, ഞാനത് പറയാൻ കേട്ടോളൂ. എന്നുവരെ പ്രിയങ്ക ഗാന്ധിയുടെ അടുത്താക്കി ഈ കമാൻഡ് കയ്യിൽ വരുന്നില്ലയോ, അതുവരെ പ്രിയങ്ക ഗാന്ധിക്കോട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആരാണ് തടഞ്ഞു നിർത്തുന്നത്? ആ ചോദ്യമാണ് മർമ്മമായിട്ടുള്ളത്. വലിയൊരു ചോദ്യമാണ്. അതിനെക്കുറിച്ച് പറയണമെങ്കിൽ ഒരു ദിവസം സിന്ധ്യയ്ക്ക് പോയി, ജിതൻ പ്രസാദ് പോയി, ഹർബൽ സിംഗ് പോയി, അശോക് അമൻ പോയി, ചൗഹാൻ പോയി, ഗൗരവ് ബൽ പോയി, രാധിക ഖേഡ പോയി, ലൈനായിട്ട് എല്ലാവരും പോയി. ഇതിനും കാരണം ഇത് തന്നെയാണോ? പകുതി പേർക്ക് അതിനുള്ള ചാൻസ് കിട്ടിയില്ല. കിട്ടിയെങ്കിൽ അവരും കൂടെ എപ്പോഴേ ഓടിയേനെ. ഇതെല്ലാത്തിനുള്ള കാരണം ഇതാണ്. അതെന്താന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയോടൊപ്പം ഒരു ഗ്രൂപ്പുണ്ട്. അതെന്താന്ന് വെച്ചാൽ ആക്ച്വലി ഈ കോൺഗ്രസ് ആ കോൺഗ്രസ് അല്ല. സുഭാഷ് ചന്ദ്രബോസ്, മഹാത്മാഗാന്ധി, സർദാർ പട്ടേൽ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി വഴി നടത്തിയതല്ല. ഈ കോൺഗ്രസ് ആ തലവന്മാരല്ലല്ലോ വഴി നടത്തുന്നത്. ഈ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ ഒപ്പമുള്ള ആൾക്കാർ, ചുറ്റിനുള്ളവരൊക്കെ വഴി നടത്തുന്നതല്ലേ. ആചാര്യജി, ഞങ്ങൾ ചില പടങ്ങൾ കണ്ടു. അതായത് രാഹുൽ ഗാന്ധിയുടെ യാത്ര, പ്രിയങ്ക ഗാന്ധിയുടെ യാത്ര, രണ്ടുപേരും ചേർന്ന് പോയ യാത്രകൾ. ആ രണ്ട് സഹോദരങ്ങളുടെ സ്നേഹവും നമ്മൾ കണ്ടു. കാശ്മീരിൽ വെച്ച് നമ്മൾ കണ്ടു, രണ്ടുപേരും പരസ്പരം മഞ്ഞ് ബോൾ ഉണ്ടാക്കി എറിയുകയാണ്. അത്രത്തോളം സ്നേഹവും ഒരു അഫെക്ഷനും ഉള്ളപ്പോൾ താങ്കൾ പറയുന്നു അവർ പരസ്പരം വഴക്കിലാണെന്ന്. ഒരു കാര്യം ഉറപ്പായിട്ട് പറഞ്ഞേ പറ്റൂ. അതായത് പ്രിയങ്ക ഗാന്ധി ഒരു നല്ല സഹോദരിയാണ്. അവർ സഹോദരന്മാരെ നല്ലപോലെ സ്നേഹിക്കുന്നുണ്ട്. അവരങ്ങനെ തന്നെയാണ്. അവരുടെ സഹോദരന്മാരെയൊക്കെ അവർ സ്നേഹിക്കും. ഇതിൽ ചോദ്യം എന്താന്ന് വെച്ചാൽ, കെട്ടിപ്പിടിക്കുന്നതൊക്കെ കെട്ടിയെടുത്തോണ്ട് വരുന്നതെന്ന് പറയുമ്പോൾ ശിവാജി പോലും അദ്ദേഹം ചെയ്തിരുന്നല്ലോ. അതൊരു ചോദ്യം തന്നെയാ. ഒരു നാടകമുണ്ടല്ലോ, ജൂലിയസ് സീസർ. രജത് സാർ, സീസറുടെ മുതുകിലാണ് കത്തി കുത്തി ഇറക്കിയിട്ടുള്ളത്. തിരിഞ്ഞു നോക്കുമ്പോൾ വെറും ബ്രൂട്ടസ് മാത്രം ആ കണ്ണി കാണുന്നത്. അവൻ ബ്രൂട്ടസിനെയാണ് നല്ലപോലെ വിശ്വസിച്ചിരുന്നത്. അവൻ സീസറിന്റെ മുതുകെ കത്തികുത്തി ഇറക്കുന്ന സമയത്ത് യൂട്യൂബ് ബ്രൂട്ടസ് എന്നാ പറഞ്ഞിരുന്നത്. സോ കോൺഗ്രസ് ജൂലിയസ് സീസറിന്റെ നാടകത്തിലും ഒരു ബ്രൂട്ടസ് ഉണ്ട്. കോൺഗ്രസിൽ ആക്ച്വലി ഒരുപാട് ബ്രൂട്ടസുകളുണ്ട്. പക്ഷേ ബ്രൂട്ടസ് ആറാന്നുള്ള സത്യം എപ്പോഴാ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ കത്തി കുത്തി ഇറങ്ങുന്ന ആ സമയത്ത് തന്നെയാ. താങ്കളും കത്തി കുത്തി ഇറക്കിയില്ലേ? അപ്പോ താങ്കൾ എന്താണ് കണ്ടത്? ഇതിന് ഞാൻ എന്താ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ആരും ഇതുവരെ കത്തി കുത്തിയിട്ടില്ല. ഞാൻ എല്ലാവർക്കും അഡ്വൈസേ കൊടുത്തിട്ടുള്ളൂ. ആചാര്യജി, താങ്കളുടെ സുഹൃത്തായ രാജാ സാറിന്റെ അടുത്ത് താങ്കൾ പറഞ്ഞിരുന്നു ദിഗ്വിജയ് സിംഗ് താങ്കളെ വളരെയധികം വിശ്വസിച്ചിരുന്നു എന്ന്. അദ്ദേഹം ഇക്കാര്യത്തിൽ വളരെ ഫീൽ ചെയ്തിരിക്കും അല്ലേ, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ട്? എനിക്കൊരു കാര്യം അറിയാത്തത്, അങ്ങനെ ഞാൻ എന്താ ചെയ്തത്? എന്ത് കുറ്റമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്? എനിക്ക് ദിഗ്വിജയ് സിംഗിനെ കുറിച്ച് ഓർമ്മ വരുന്നു, പൈലറ്റ് സച്ചിനെ കുറിച്ചും ഓർമ്മകൾ വരുന്നു. ഞാനാണ് പറഞ്ഞത് കോൺഗ്രസിന്റെ തലമേൽ ആരാണോ ഉള്ളത്, ഒരുപക്ഷെ അതിൽ രാഹുൽ ഗാന്ധി ആകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അപ്പൊ കോൺഗ്രസിന്റെ കമാൻഡർ പ്രിയങ്ക ഗാന്ധിക്ക് അങ്ങോട്ട് കൊടുക്കാൻ മേലേ? അല്ല, പ്രിയങ്ക ഗാന്ധിക്ക് അതിന്റെ ആഗ്രഹമില്ലെങ്കിൽ എന്നാ ദിഗ്വിജയ് സാറിന് അതിന് കൊടുക്കാൻ മേലേ? അല്ല, അവിടെ ഒരുപാട് പുതിയ ചെറുപ്പക്കാരെ വേണ്ടെന്ന് വെച്ചാൽ എന്നാ സച്ചിൻ പൈലറ്റിന് എന്ത് കൊടുക്കാൻ മേലേ? ദിഗ്വിജയ് സാറ് രാഹുൽ ഗാന്ധിയുടെ അടുത്ത് പറഞ്ഞതായിരുന്നു, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോമിനേഷൻ ചെയ്യാം. പക്ഷെ കാര്യം എന്താന്ന് വെച്ചാൽ ദിഗ്വിജയ് സാറ് നോമിനേഷൻ ചെയ്യാൻ വരുന്ന സമയത്ത്
രാഹുൽ ഗാന്ധിയുടെ ചുറ്റിനും അദ്ദേഹത്തിന്റെ ഒപ്പം ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ. അദ്ദേഹത്തിന്റെ ഒരു തലയാട്ടി ബൊമ്മയാണ് ഇതിന്റെയൊക്കെ തലവനാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. വിചാരിച്ച സമയത്തെല്ലാം ചെയ്യാൻ കഴിയുമല്ലോ. അവർക്ക് ദിഗ്വിജയുടെ മേത്തൊരു ഡൗട്ട് വന്നു. കാരണം ദിഗ്വിജയ് സാറ് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അവരങ്ങനെ തന്നെ ദിഗ്വിജയ് സാറിനെ അവിടെ നല്ലപോലെ അങ്ങോട്ട് മാറ്റിവെച്ചു. അതുപോലെ തന്നെ അവരെന്നെയും ചെയ്തത്. അതുകൊണ്ട് പറ്റിച്ചത് അവർ തന്നെയാ. വൃത്തികെട്ട പണികളൊക്കെ കാണിച്ചത് അവർ തന്നെയാണ്. ബ്രൂട്ടസ് അവരാണ്. ഈ ചോദ്യങ്ങളൊക്കെ അവരെ നോക്കിയാണ് ചോദിക്കേണ്ടത്. എന്റെ മനസ്സിൽ ഒരു കള്ളവോ ഒന്നും തന്നെ ഇല്ല. ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഒരു കാര്യം പറഞ്ഞേ പറ്റൂ. ഇന്നലെ വരെ ഞാൻ പ്രിയങ്ക ഗാന്ധിയുടെ ഒപ്പമായിരുന്നു. ഇന്ന് നരേന്ദ്രമോദിയുടെ കൂടെ. ഓഡിയൻസിന് എന്തെങ്കിലും ചോദിക്കണോ ചോദിക്കാം. ദിഗ്വിജയ് സിംഗ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ കാവി നിരന്തര തീവ്രവാദമാണെന്ന്. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം? അദ്ദേഹം പറയുന്നത് ഹിന്ദു പിന്നെ RSS ഇവർ തീവ്രവാദം പ്രചരിപ്പിക്കുന്നു, എന്നിട്ട് മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തുന്നു. അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം ഒന്ന് പറയൂ. കാവി നിറമെന്ന് പറയുന്ന നമ്മുടെ ധൈര്യത്തിന്റെ അടയാളമാണ്. കാവി നമ്മുടെ ഒരു കൾച്ചറാണ്. കാവി നമ്മുടെ ഒരു വിജയത്തിന്റെ അടയാളമാണ്. നമ്മുടെ സനാതന ധർമ്മത്തിന്റെ അടയാളം. കാവി നിറം ഒരിക്കലും ഒരു തീവ്രവാദം ഉണ്ടാക്കത്തില്ല. അത് ധർമ്മത്തിന്റെ ഒരു അടയാളമാണ്. നിങ്ങൾ ചോദിച്ച ആ ചോദ്യം ഉണ്ടല്ലോ, ദിഗ്വിജയ് സിംഗിൻ്റെത്, അത് അദ്ദേഹത്തിന് തനിച്ചുള്ളൊരു ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എന്താ പറഞ്ഞു വരുന്നത്, അതായത് ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. ഇപ്പോഴും അത് മാത്രമേ പറയുള്ളൂ. സനാതനത്തിനെയും ഭാരതത്തിനെയും ഒരിക്കലും പിരിക്കാൻ കഴിയത്തില്ല. രജത് സാർ, നമ്മുടെ ഏറ്റവും വലിയൊരു ദൈവമായി കാണുന്ന ശ്രീരാമൻ, ആ സമയത്തെ ലങ്കാധിപതി, അഹങ്കാരത്തിൽ തുള്ളിച്ചാടിയ മഹാരാജാവ്, സാമ്രാട്ട്, 10 തലകളുള്ള അവന്റെ വയറിനെ എയിം ചെയ്ത് അദ്ദേഹത്തിന്റെ അമ്പ് അദ്ദേഹം എയ്തു. അഹങ്കാരത്തിൽ തുള്ളി കുതിച്ച ആ ലങ്ക അവിടെ ഭസ്മമാക്കി കളഞ്ഞു. സനാതനത്തിന്റെ ഒരു തുടക്കമായിരുന്നു അന്ന്. യോഗ്യരാജ് ശ്രീകൃഷ്ണ ഭഗവാൻ അന്ന് ജീവിച്ചോണ്ടിരുന്ന സമയത്ത് കുരുക്ഷേത്രത്തിന്റെ മൈതാനത്ത് രക്തക്കളറിലാണ് ആ ശംഖിന്റെ ശബ്ദം ഏറ്റത്. അധർമ്മത്തിനെ നശിപ്പിക്കാനായിട്ടും ധർമ്മത്തിനെ നിലയേറ്റി നിൽക്കാനായിട്ടും വലിയൊരു മാറ്റം കൊണ്ടുവന്നു. സനാതനത്തിനെ നട്ടുവെച്ചതാണ്. രജത് സാർ, ഛത്രപതി ശിവാജി മഹാരാജ് തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കണ്ട ഭീഷണികളെയും സമ്മതിക്കുന്നു. പക്ഷേ ഔറംഗസീബിന്റെ മുന്നേ തല കുനിയാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴാണ് സനാതനം അന്ന് നട്ടുവെക്കാൻ പറ്റിയത്. പിന്നെ രജത് സാർ, മഹാറാണ പ്രതാപ് പുല്ലും കൊണ്ട് ചെയ്ത റോട്ടി കഴിക്കാനായിട്ട് സമ്മതിച്ചിരുന്നു. പുല്ലും കൊണ്ട് ചെയ്ത റൊട്ടി, അതും കഴിക്കാൻ അദ്ദേഹം സമ്മതിച്ചു. അക്ബറിന് മുമ്പിൽ തല കുനിയാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴാണ് സനാതനം പിന്നെയും നട്ടത്. പിന്നെ ഗുരു ഗോവിന്ദ് സിംഗ് മഹാരാജ്, ഗുരു ഗോവിന്ദ് സിംഗിന്റെ മക്കളെയാണ് ചുമരിൽ അടിച്ചടിച്ച് അവർ കൊന്നിരുന്നത്. അവരുടെ മുഴുവൻ ജീവിതവും ഒറ്റ സെക്കൻഡ് കൂടെ അവർ മാറ്റിക്കളഞ്ഞിരിക്കുക. പക്ഷെ സനാതനത്തിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്തില്ല. അന്ന് സനാതനം പിന്നെയും നട്ടതാണ്. പിന്നെ അത് അല്ല, ഏതൊരു കുഞ്ഞിവിടെ ഒരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ. ഏത് കുഞ്ഞാണ് ആ ചോദ്യം ചോദിച്ചത്? കാവി നിറം. കാവി നിറം എന്ന് പറയുമ്പോൾ സന്യാസി വിവേകാനന്ദൻ ചിക്കാഗോ നഗരത്തില് അദ്ദേഹം വേൾഡ് ബ്രദർഹുഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ സനാതനം പിന്നെയും നട്ടെടുത്തതാണ്. ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ച ഒരു മനുഷ്യൻ, ചായക്കട നടത്തുന്ന ഒരു വീട്ടിൽ ജനിച്ച ഒരു മനുഷ്യൻ, ആലോചിക്കണം. അദ്ദേഹം ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിയായി 500 വർഷം നടന്ന ഒരു പ്രശ്നത്തിനുള്ള ഒരു അവസാനം കൊണ്ടുവന്ന് ശ്രീരാമന്റെ അമ്പലം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. അപ്പൊ സനാതനം തീർച്ചയായിട്ടും ജീവനോടെയാണ് ഉള്ളത്. അതാണ് സനാതന ധർമ്മം. ആചാര്യജി, അവർ ചോദിച്ച ചോദ്യത്തിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാ, എപ്പോൾ ദിഗ്വിജയ് സിംഗ് ഇത് പറഞ്ഞുവോ, അതായത് ഹേമന്ത് കർക്കരയെ അജ്മൽ കസാബ് അല്ല കൊന്നത്, ഏതോ ഒരു ഹിന്ദുവാണ് കൊന്നതെന്ന്, ഇതിന് താങ്കളുടെ അഭിപ്രായം? രജത് സാർ, എന്നാണോ സനാതനം തീവ്രവാദത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ചത്, അന്ന് ഏതൊരു മുസ്ലിമോ അല്ലെങ്കിൽ ഹിന്ദുവോ ഇല്ലെങ്കിൽ ഏതൊരു ലോയോ ഒന്നും രക്ഷപ്പെടില്ല. ഈ ചോദ്യം തന്നെ തെറ്റാണ്. ഈ സ്റ്റേറ്റ്മെന്റും തെറ്റ് തന്നെയാ. ഞാനിത് സമ്മതിക്കത്തില്ല. ആരെന്ത് വേണമെങ്കിലും പറയട്ടെ.
ഞാനിപ്പോ പറയുന്നു, അത് ഈ ജനങ്ങൾക്ക് ഭാഗമായിട്ട്, ഈ ജനങ്ങൾ എല്ലാവർക്കും വേണ്ടിയും തന്നെ. എന്നിത് ടെലികാസ്റ്റ് ആവുന്നോ അന്ന് മുഴുവൻ ഭാരതത്തിന് ഈ കാര്യം അറിയാൻ പറ്റും. ഭാരതം അന്ന് ഉണർന്നിരുന്നാൽ വന്ദേ മാതരം എന്ന് ഘോഷമിടുന്ന സമയത്ത് നമ്മുടെ ഭാരതമാതാവിന്റെ മനസ്സ് നല്ലപോലെ നിറഞ്ഞിരിക്കും. സത്യമാണത്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും തുടരുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി തോറ്റുപോയെന്ന് വെച്ചാൽ അത് സനാതനത്തിന്റെ തോൽവിയാണ്. അതൊരു വലിയ പാപമാണ്. അതും ഒരു വലിയ തെറ്റാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കാൻഡിഡേറ്റ് തോറ്റുപോയെന്ന്, അല്ലാണ്ട് ഹിന്ദുത്വം അല്ല തോറ്റത്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ആചാര്യ പ്രമോദ് കൃഷ്ണമാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ആചാര്യ പ്രമോദ് കൃഷ്ണന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം വൃത്തികെട്ട ഭാഷയിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ ആചാര്യജി, എനിക്ക് താങ്കളെക്കുറിച്ച് പല പരാതികളും കിട്ടിയിട്ടുണ്ട്. താങ്കളെക്കുറിച്ചുള്ള ഒരു വലിയ കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ താങ്കൾ സംസാരിക്കുന്ന ഭാഷ, താങ്കൾ പ്രയോഗിക്കുന്ന ആ പദങ്ങൾ. അതെപ്പോഴാണെന്ന് വെച്ചാൽ പാർലമെന്റിൽ ആ ചെങ്കോൽ സ്ഥാപിക്കുന്ന സമയത്ത് താങ്കൾ പറഞ്ഞു ദേവതകൾ പുഷ്പവൃഷ്ടി നടത്തുന്നു എന്ന്. പിന്നെ താങ്കൾ എഴുതിയിരിക്കുന്നു കഴുത കരയാൻ തുടങ്ങിയെന്ന്. ഒരു സന്യാസി പറയേണ്ട വാക്കുകളാണോ ഇത്? ഞാൻ അപ്പ അവിടെ ഒരു കാര്യം എഴുതിയിരുന്നതാ. ധർമ്മം അപ്പ അവിടെ നട്ടെടുത്തതാ. അവിടെ ദേവന്മാർ ഉഷ്ണമഴ പൊഴിഞ്ഞോണ്ടിരുന്നു, പിന്നെ കഴുതകൾ കണച്ചോണ്ടിരുന്നു. പിന്നെ ഈ സ്ഥലത്ത് നിങ്ങൾ ഒരു വക്കീലല്ലേ സാർ? കുറ്റങ്ങൾ പറയാനായിട്ട് തന്നെ വലിയൊരു സങ്കല്പം വെച്ച് തന്നെയല്ലേ വന്നിരിക്കുന്നത്. ഇന്നെന്നെ തൂക്കിലിടണമെന്ന് നിങ്ങൾ വിധിച്ചിരിക്കുന്നതല്ലേ. ഇതിൽ ഞാൻ എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഞാനിതിൽ ആരുടെങ്കിലും പേര് മെൻഷൻ ചെയ്താണോ പറഞ്ഞിരിക്കുന്നത്? ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പേര് ഞാൻ പറഞ്ഞോ? ആരെങ്കിലും ഞാൻ തനിച്ചെങ്കിലും പറഞ്ഞിരുന്നു? രജത് സാർ, ഒരു മനുഷ്യരും കഴുതയെന്ന് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. അതുപോലെ ഒരു മനുഷ്യരെ ഒരു കഴുതാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ സാർ. ഇവിടെ നോക്കൂ, ഞാൻ രജത് സാർ, നിങ്ങൾ തന്നെ ഇത് നോക്കണം. ഏതെങ്കിലും ഒരു തലവനെ ഞാൻ കഴുതെന്ന് പറഞ്ഞോ? ഏതെങ്കിലും ഒരു തലവന്മാരെ ഞാൻ കഴുതെന്ന് വിളിച്ചോ? ഇനി നിങ്ങൾ പറ, ഏതെങ്കിലും ഒരു തലവനെ ഞാൻ അങ്ങനെ വിളിച്ചോ? ഇല്ലെങ്കിൽ പിന്നെ ഒരു കഴുതയെ നോക്കി എങ്ങനെ ഞാൻ തലവനെന്ന് വിളിക്കാൻ പറ്റും? നോക്കൂ, താങ്കൾ ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറയാം. താങ്കൾ പറയുന്നു ഒരുപക്ഷെ രാഹുൽ ഗാന്ധി നെഹ്റു കുടുംബത്തിൽ ജനിച്ചില്ലായിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് ആരും തന്നെ ഒരു പിയൂൺ ജോലി പോലും കൊടുക്കില്ലായിരുന്നു. ഇങ്ങനെയുള്ള ഭാഷ നല്ലതാണെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, പക്ഷെ ആ വാക്ക് അത്ര നാണം കെട്ട വാക്കുമല്ല. ഈ വാക്ക് എപ്പോഴും ഉപയോഗിക്കുന്നതൊന്നാ. എനിക്കിപ്പോ നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു മതം സത്യം പറയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മതം നുണ പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഒരു പിയൂൺ ജോലി പോലും കൊടുക്കില്ല എന്ന്. രജത് സാർ, ഉള്ള കാര്യം ഉള്ള പോലെ പറയുന്ന കുറച്ച് കഷ്ടമാണ്. പക്ഷേ സാർ, എത്ര അളവിനാണോ സത്യമായിട്ട് പറയാൻ കഷ്ടമായിട്ടുള്ളതോ അതുപോലെ തന്നെയാണ് കഷ്ടമായിരിക്കുന്നത് സത്യം കാതു കൊടുത്ത് കേൾക്കുമ്പോഴും. സത്യം കാതു കൊടുത്ത് കേൾക്കാൻ എന്ത് കഷ്ടമാണോ അതിനേക്കാൾ കഷ്ടമാണ് ആ സത്യം അക്സെപ്റ്റ് ചെയ്യുന്നത്. ഒരു പക്ഷേ ആ സത്യം അന്ന് കോൺഗ്രസ് അക്സെപ്റ്റ് ചെയ്തിരുന്നാൽ കോൺഗ്രസ് ഒരിക്കലും ഇങ്ങനെ ഇന്ന് തോറ്റുപോയിരിക്കത്തില്ല. അതായത് താങ്കൾ പ്രയോഗിച്ച ഈ ഭാഷ എത്രത്തോളം നല്ലതാണെന്ന് വെച്ചാൽ താങ്കൾ തന്നെ പറയുന്നു രാഹുൽ ഗാന്ധിക്ക് ഒന്നും അറിയില്ല, അദ്ദേഹം ബിറ്റ് പേപ്പറിന്റെ മാസ്റ്ററാണെന്ന്. ചില സമയങ്ങളിൽ താങ്കൾ പറയാറുണ്ട് അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ ലീക്കേജ് ഉണ്ടെന്ന്. ശരി, നിങ്ങളൊരു കാര്യം എനിക്കിപ്പോ പറയൂ. രാഹുൽ ഗാന്ധിക്ക് കരിമ്പെന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല, പിന്നെയാണ് അവർ കൃഷിയെക്കുറിച്ച് സംസാരിക്കുന്നത്. പനമരവും കരിമ്പും അതെങ്ങനെ ഉണ്ടാവുന്നതെന്നറിയാത്തപ്പോ അതിനെക്കുറിച്ച് എങ്ങനെ സംസാരിക്കും അദ്ദേഹം? കർഷക സ്ഥലമൊന്നും അദ്ദേഹം കണ്ടുപോലും കാണില്ല. ചിലപ്പോൾ വല്ല ഇന്റർനെറ്റിൽ കണ്ടിട്ടുണ്ടാവും ഗ്രാമങ്ങൾ, എന്നിട്ടാ പറയുന്നത് എന്റെ ദേശം എന്റെ നാടെന്നൊക്കെ. ഞാൻ പറയുന്ന കാര്യം നല്ലപോലെ മനസ്സിലാക്കാനൊന്ന് ശ്രമിച്ചു നോക്കൂ. നിങ്ങളൊരു കാര്യത്തെ പിടിവാശി പിടിച്ചിരിക്കുകയാണ് എന്നെ ഒരു കുറ്റവാളിയാക്കാനായിട്ട്. ഞാൻ രാഹുൽ ഗാന്ധിജിക്ക് ഒരു വിരോധിയൊന്നുമല്ല.
ഞാൻ രാഹുൽ ഗാന്ധിജിക്ക് ഒരു വകയിലും വിരോധിയല്ല. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് ഒരു ശത്രു ആയിരുന്നെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് അദ്ദേഹത്തിന് ഇത്രയും നല്ലപോലെ അഡ്വൈസ് ചെയ്യുന്നത്? എന്തിനാണ് രാമന്റെ അമ്പലത്തിന് ഇൻവിറ്റേഷൻ നിങ്ങൾ ഇങ്ങനെ മാറ്റി വെക്കുന്നതെന്നും പറഞ്ഞ്? അത് കിട്ടാൻ ശരിക്കും നമ്മൾ സന്തോഷപ്പെടണം. നിങ്ങൾ അതിന് റെസ്പെക്ട് കൊടുത്തില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു റെസ്പെക്റ്റും കിട്ടില്ല. പിന്നെ അത് 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 ഞാൻ വന്ന പിന്നെ ഞാൻ ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എന്താ പ്രശ്നമെന്ന് വെച്ചാൽ തുടക്കത്തിലൊന്നും താങ്കൾ അങ്ങനെ പറഞ്ഞിരുന്നില്ല. 3 വർഷത്തിനു മുമ്പ് താങ്കൾ പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി എങ്ങനെയുള്ള കുടുംബത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്, രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്ത കുടുംബത്തിൽ നിന്നാണ്. രാഹുൽ ഗാന്ധി നല്ല മനുഷ്യനാണ്, യഥാർത്ഥ ദേശഭക്തനാണ്. ഇന്നും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ കുടുംബം ഇന്നും പല വകയിലുള്ള ത്യാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കുടുംബങ്ങൾ ചെയ്ത ത്യാഗങ്ങൾ, അതായത് അതിന്റെ ഫലം എത്ര ദിവസം കിട്ടുമെന്നാ പറയുന്നത്? പറയൂ നിങ്ങളൊന്ന്. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇൻ ഫ്രണ്ട് ഓഫ് അസ്. ഇതൊരു വലിയ ചോദ്യമാണ്. വലിയൊരു ചോദ്യം ഞാൻ പറയാം. വലിയ ചോദ്യം എന്താണെന്ന് വെച്ചാൽ താങ്കൾ രാഹുൽ ഗാന്ധി രാമന്റെ വിരോധിയാണ്, സനാതന വിരോധിയാണ്, ഇങ്ങനെയുള്ള പല കുറ്റങ്ങളും താങ്കൾ ആരോപിച്ചു. രാഹുൽ ഗാന്ധി ഭരണത്തിൽ വരികയാണെങ്കിൽ രാമക്ഷേത്രം തന്നെ തകർത്ത് കളയുമെന്നും പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മുടെ ശാസ്ത്രത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, പ്രത്യക്ഷം മുഖ്യം പ്രണാമം. പ്രത്യക്ഷൻ ഒരിക്കലും ഒരു പ്രമാണത്തിന്റെ ആവശ്യമില്ല. പിന്നെ പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് ഇടയ്ക്ക് വെച്ച് ചിന്തിച്ചു നോക്ക്. രാമൻ ഒരു പാരമ്പര്യമില്ല, രാമൻ വളരെ ചിന്തനയുള്ള ഒരാളാന്നാ പറഞ്ഞ. ആരാ പറഞ്ഞത്? രാമൻ വെറും ഒരു ക്യാരക്ടറാന്ന് പറഞ്ഞു. രാമൻ വെറും ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണോ? അപ്പൊ ബാബർ എന്താ സത്യമാ? കോൺഗ്രസിന്റെ ഒരു തലവനാണ് മല്ലികാർജുന ഖാർഗെ. അദ്ദേഹം ഒരു പബ്ലിക് മീറ്റിംഗിൽ ഈ ലോകത്തിലുള്ള എല്ലാവരുടെ അടുത്തും മുമ്പിൽ പറയുവാണ്, എന്താന്ന് വെച്ചാൽ ഒരുപക്ഷെ നരേന്ദ്രമോദി ഈ പ്രാവശ്യം പ്രധാനമന്ത്രി ആയെന്ന് വെച്ചാൽ സനാതനധർമ്മം ഇല്ലാണ്ടാവുമെന്ന്. പക്ഷെ അദ്ദേഹത്തിന്റെ കൊച്ചു നല്ല മോനാ പറയുന്നത് സനാതനം ഇസ് എ ഡേർട്ടി വേർഡ് എന്ന്. ഒരു പാർട്ടിയുണ്ട്, DMK. കോൺഗ്രസ് പാർട്ടിക്കും രാഹുൽ ഗാന്ധിക്കും ഒരു വളരെ പ്രിയപ്പെട്ട പാർട്ടിയാണത്. അവര് പറയുന്നതാണ് ഈ സനാതനം എന്ന് പറയുന്നത് ഡെങ്കു, മലേറിയ, ടൈഫോയിഡ് പോലെയാണ്. അതിന് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഡെങ്കു, മലേറിയ, അതാണ് DMKയുടെ ഫുൾ ഫോം. കറക്റ്റ് അല്ലേ? DMKയുടെ ഫുൾ ഫോം ആണത്. ഡെങ്കു, മലേറിയ, കോഡ്. അമ്പലത്തിൽ പോകുന്ന പെണ്ണുങ്ങളാണ് ഞോണ്ടുന്നത്. അത് ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? രാഹുൽ സാർ, അവരോട് ഇങ്ങോട്ട് വരാൻ പറ. അവരോട് ഇങ്ങോട്ട് വന്നിരിക്കാൻ പറ. എനിക്കെന്താ തോന്നിയെന്ന് വെച്ചാൽ നിങ്ങളും ഞങ്ങളെ പോലത്തെ പാവപ്പെട്ടവരെയാണ് കുറ്റവാളിയെ ആക്കുന്നത്. രാഹുൽ ഗാന്ധി ഒന്നും ആക്കത്തില്ലല്ലോ. പാവപ്പെട്ടവരല്ലേ വേണ്ടത്. ഞാൻ കഴിഞ്ഞ 40 വർഷങ്ങളായിട്ട് ജേർണലിസ്റ്റായിട്ട് പ്രവർത്തിക്കുകയാണ്. ആരെയും കണ്ടിട്ട് ഞാൻ ഇതുവരെ പേടിച്ചിട്ടില്ല. പേടി എന്താണെന്നറിയില്ല. പിന്നെ താങ്കൾ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ ജനങ്ങളോട് പറയുകയാണ്, രാഹുൽ ഗാന്ധിക്ക് ഞാൻ പല പ്രാവശ്യം ഇൻവിറ്റേഷൻ അയച്ചിരുന്നു. വ്യക്തിപരമായിട്ടും അദ്ദേഹത്തെ കണ്ട് ഞാൻ പറഞ്ഞിരുന്നു. ലെറ്റർ അയച്ചു, ഇൻവൈറ്റ് ചെയ്തു, മെയിലും അയച്ചു. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നെങ്കിലും ഒരു ദിവസം അദ്ദേഹം ഇവിടെ വരുമെന്ന്, ആപ്കി അദാലത്തിൽ അദ്ദേഹം വരുമെന്നുള്ള കാര്യം. ഞാൻ അടിച്ചു പറയുവാണ്, അദ്ദേഹം ഒരിക്കലും വരത്തില്ല. ഒരിക്കലും അദ്ദേഹത്തിന്റെ കയ്യിലോട്ടൊന്നും പോവില്ല. അദ്ദേഹം ഇങ്ങോട്ട് വന്നെങ്കിൽ അത് വളരെ വലിയ കാര്യമാണ്. അദ്ദേഹം അങ്ങനെ ഇങ്ങോട്ട് വന്നാൽ എന്റെ ഭാഗമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം നിങ്ങൾ. എന്താ അമ്പലത്തിലോട്ട് പോകുന്ന പെണ്ണുങ്ങളൊക്കെ ഞോണ്ടുന്നുണ്ടോ? രാമൻ എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണെന്ന് മറക്കാണ്ട് ചോദിക്കണം. നവരാത്രി ദിവസങ്ങളിൽ ഇവിടെ കേരളത്തിലൊരു പശുവിനെ വെട്ടി നവരാത്രിയിൽ മട്ടൺ ഉണ്ടാക്കാനായിട്ട് പ്രകോപിപ്പിക്കുകയല്ലേ എല്ലാവരും. അതാണോ ഈ സനാതനം? ആരോ ഒരാൾ ഇവിടെ പറഞ്ഞു സനാതനം എന്ന് പറയുന്നൊരു ഡേർട്ടി വേർഡാണെന്ന്. രാഹുൽ ഗാന്ധി ചോദ്യം ചോദിച്ചോ അദ്ദേഹത്തെ? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ളൊരു ചോദ്യം ചോദിച്ചോ? രാമന്റെ അമ്പലത്തിന്റെ പ്രതിഷ്ഠയെക്കുറിച്ച് പറഞ്ഞു, അതൊരു BJPയുടെ ഫംഗ്ഷനാണെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. BJPയുടെ പ്രോഗ്രാം എന്നല്ലേ പറഞ്ഞു, പക്ഷെ അത് സത്യമല്ലായിരുന്നു. നോക്കൂ, പക്ഷെ അവരെന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇതുകൊണ്ട് BJPക്ക് എന്ത് ലാഭമാണ് എന്നുള്ളതാണ്. അയോധ്യയിൽ എവിടെയാണോ രാമക്ഷേത്രം നിർമ്മിച്ചത്, പ്രതിഷ്ഠ സ്ഥാപിച്ചത്, അത് ലോകപ്രശസ്തമായ ഒരു കാര്യമായിരുന്നു. പക്ഷെ BJP പാർലമെന്റിൽ അവിടെ തോറ്റു. നോക്കൂ സർ, BJP ആണ് തോറ്റത്, സനാതനം തോറ്റിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആണ് തോറ്റുപോയത്. ഹിന്ദുത്വം അല്ല തോറ്റത്. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി തോറ്റുപോകുമ്പോൾ അത് സനാതനം തോറ്റെന്ന് പറയുന്നത് വലിയൊരു പാപമാണ്, വലിയ ഒരു തെറ്റാണ്. അത് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടായത് 1980-ലാണ്. ആദ്യകാലം തൊട്ട് സനാതനം എന്ന് പറയുന്നതല്ലേ. എന്താണോ സത്യം അത് ഉറച്ചു നിൽക്കും. എന്താണോ സത്യം അതാണ് സനാതനം. അത് തന്നെയാ സനാതനം. സാധാരണ രീതി പറയും അയോധ്യ,
അത് നടക്കും. അതായത് ദൈവം എല്ലാരെയും ഇങ്ങനെ ഒരുപോലെ വെച്ചാണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചില സമയം ദുഷ്ടന്മാർക്കും കുറച്ച് വരം അങ്ങോട്ട് വാരിക്കോരി കൊടുക്കുന്ന എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ഇവിടെ നോക്കൂ, അഖിലേഷ് യാദവ് അദ്ദേഹം പറയുന്നു രാമക്ഷേത്രത്തിലേക്ക് ഞാൻ പോയില്ല. അദ്ദേഹം അതിനെതിരായിട്ട് സംസാരിച്ച വ്യക്തിയുമാണ്. പക്ഷേ അവസാനം അദ്ദേഹം ജയിക്കുകയും ചെയ്തു. ഇവിടെ എന്തൊരു രാമനെ വിരോധിക്കുന്ന ജനങ്ങളുണ്ടോ? അവര് പാർലമെന്റിലുള്ള സിംഹാസനം ഒരു വഴിയാക്കും. പക്ഷെ നാട്ടിലെ ജനങ്ങൾ അവരെ ഒരിക്കലും അവിടെ ഇരുത്തത്തില്ല. മനസ്സിലാക്കിയോളൂ. എഴുതി വെച്ചോന്നേ. 1-2 സീറ്റ് ജയിക്കുന്നത്, 4-5 സീറ്റ് ജയിക്കുന്നത്, 1-2 സ്റ്റേറ്റിൽ മാത്രം ഭരണം എടുക്കുന്നത്, ഇതൊക്കെ എപ്പോഴും സംഭവിക്കുന്നത് തന്നെയാണ്. ചില സമയം ദൈവമേ ഈ അസുരശക്തിയെ പോലും അങ്ങോട്ട് ചിലപ്പോൾ അധികരിച്ച് വിട്ടേക്കും. അങ്ങനെ അസുരശക്തി വന്നില്ലെങ്കിലേ പിന്നെ എങ്ങനെയാ ദൈവം അവതാരം എടുത്ത് ഇങ്ങോട്ട് വരുന്നേ? ഭഗവാൻ കൽക്കിയുടെ അവതാരം എന്തുകൊണ്ടാ വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ധരാധാമില് ഈ അസുരശക്തികളൊക്കെ അളവ് മീറി ഇങ്ങനെ വളർന്നു വരുമ്പോ അപ്പൊ അവരെ അടക്കാനായിട്ട് ഈ പരമാത്മാവ് ഭൂമിയിലോട്ട് ഇങ്ങോട്ട് എഴുന്നള്ളി വരും. ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് തെളിച്ചെഴുതി വെച്ചിട്ടുണ്ട്. കാരണം കൃഷ്ണന്റെ ഗീതയിൽ അത് എഴുതിയിട്ടുള്ളതാണ്. കലിയുഗത്തിലെ സമ്പളിൽ ഒരാള്. ഞാൻ ആ പാട്ട് വേണേ പാടട്ടെ? തീർച്ചയായിട്ടും പാടും, ഞങ്ങൾ കേൾക്കാം. कि तूने द्वापर में वादा किया था, तूने द्वापर में वादा किया था कि कलयुग में संभल में आऊंगा, जब बढ़ने लगेगा अंधेरा आके धरती पे उसको मिटाऊंगा। जब बढ़ने लगेगा अंधेरा आके धरती पे उसको मिटाऊंगा। अरे स्वागतम कल की, शरणागतम कल की, अरे स्वागतम कल की, शरणागतम कल की, अरे स्वागतम कल की। എല്ലാരും കൂടെ പാട്. स्वागतम कल की, शरणागतम कल की, अरे स्वागतम कल की, शरणागतम कल की, अरे स्वागतम कल की, शरणागतम कल की। ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും തുടരുന്നതായിരിക്കും. ഭാരതം അടിമയായിട്ടിരുന്നതിന് ബാബർ വലിയ വീരനോ, ഗൈമുർലാങ് അല്ലാണ്ട് വല്ലാത്ത വീരനോ, ചെങ്കിസ് ഖാൻ ഒരു വീരനല്ല, മുഹമ്മദ് ഗജനി ഒരു വീരനല്ല. ഈ ഭാരതം എന്തുകൊണ്ട് അടിമയായിരുന്നെന്ന് വെച്ചാൽ ഈ ഭാരത നാട്ടിലെ ചതിയുള്ള ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ആചാര്യ പ്രമോദ് കൃഷ്ണമാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ആചാര്യ പ്രമോദ് കൃഷ്ണന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം അദ്ദേഹം ഒരു സന്ദർഭവാദിയാണ് എന്നുള്ളതാണ്. നോക്കൂ, ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നരേന്ദ്രമോദിയുടെ കൂടെ താങ്കൾക്ക് വളരെയധികം അടുപ്പമുണ്ട്. അതുകൊണ്ട് താങ്കൾ അദ്ദേഹത്തിനോടൊപ്പം രഥത്തിൽ യാത്ര ചെയ്തു. താങ്കൾ പറയുന്നു മോദിജി വിക്രമാദിത്യ രാജാവിനെ പോലെയാണെന്ന്. താങ്കൾ പറയുന്നു മോദിജിക്ക് ദേവിയുടെ പ്രത്യേക അനുഗ്രഹമുണ്ടെന്ന്. താങ്കൾ പറയുന്നു മോദി ഇല്ലായിരുന്നുവെങ്കിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ സാധിക്കില്ല, ആരെക്കൊണ്ട് സാധിക്കില്ലെന്ന്. നോക്കൂ രജിത് സാർ, ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമ്മതിച്ചോളാം. ഏതൊരാളുടെ മേത്താണോ ദൈവത്തിന്റെ അധികമായിട്ടുള്ള സ്നേഹമുള്ളതോ അദ്ദേഹത്തെ കൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ തീരുമാനമൊക്കെ എളുപ്പത്തിൽ എടുക്കാൻ കഴിയുന്നത്. പറയാൻ പോകുന്നതിന് ക്ഷമിക്കണം. ഒരുപക്ഷെ നമ്മുടെ നാടിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അല്ലെങ്കിൽ 370 ക്യാൻസൽ ചെയ്തിരിക്കത്തില്ല. അതുപോലെ രാമന്റെ അമ്പലം അതൊരിക്കലും കെട്ടിയിരിക്കത്തില്ല. 3 പ്രാവശ്യം തലാഖ് റൂൾ സംഭവിക്കില്ല. പിന്നെ രജത് സാർ, ഈ കൽക്കി ഡാം പോലും നടന്നിരിക്കില്ല ഇന്ന്. അതുകൊണ്ട് ഈ നാട്ടിൽ എത്ര പ്രധാനമന്ത്രികളുണ്ടോ ഉണ്ടായിരുന്ന എല്ലാവരും ഓരോ സമയത്ത് ഓരോ സേവകൾ നാടിനു വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എങ്ങനെയാണോ സാമ്രാട്ട് അശോക്, സാമ്രാട്ട് ചന്ദ്രഗുപ്ത്, സാമ്രാട്ട് വിക്രമാദിത്യൻ, ഇനി ഒരുപാട് സാമ്രാട്ടുകളുണ്ട്. സാമ്രാട്ട് വിക്രമാദിത്യനെ ആരെക്കൊണ്ട് എങ്ങനെയാണോ മിഞ്ചാൻ പറ്റാത്തത്, അതുപോലെ ഈ ഭാരതത്തിൽ പ്രധാനമന്ത്രിയുടെ രൂപത്തില് നരേന്ദ്രമോദിയേക്കാൾ മുന്നോട്ട് വരാൻ ആരെ കൊണ്ടും കഴിയത്തില്ല. നോക്കൂ ആചാര്യജി, താങ്കൾ ഇന്ന് പല നല്ല കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ നോക്കൂ,
2015 അപ്പോൾ താങ്കൾ പറഞ്ഞു നരേന്ദ്രമോദി എപ്പോൾ പ്രധാനമന്ത്രിയായോ അപ്പോൾ മുതൽ രാജ്യത്ത് ഒരു വേറുകൃത്യം ഉണ്ടാകാൻ തുടങ്ങി. ഇന്ത്യൻ മുജാഹിദിനെ കണ്ട് എല്ലാവരും പേടിക്കുന്നത് പോലെ നരേന്ദ്രമോദിയെ കണ്ടും പലരും പേടിക്കാൻ തുടങ്ങിയെന്ന്. രാജാവ് എപ്പോഴും നല്ല ശിക്ഷകൾ കൊടുക്കണ്ടേ കുറ്റവാളിക്കെതിരെ? എപ്പോഴും തെറ്റിയുന്ന ഒരു രാജാവിനെ കണ്ട് പേടിക്കേണ്ടതല്ലേ? പിന്നെ 2015 നടന്ന ഈ കാര്യം, ഞങ്ങളുടെ നാട്ടിൽ എപ്പോഴും ഒരു പഴമൊഴി ചൊല്ലുണ്ടായിരുന്നു, എന്ത് അന്നമാണോ നീ കഴിച്ചത്, മനസ്സും അങ്ങനെ തന്നെയായിരിക്കും. അത് തന്നെ ഞാനിവിടെ വേറെ വിധത്തിൽ പറഞ്ഞിരിക്കുന്നത്. 2018 താങ്കൾ പറഞ്ഞു ആരെങ്കിലും BJPയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇവരവരെയും മൊത്തമായിട്ട് മാറ്റുമെന്ന് താങ്കൾ പറഞ്ഞു. ഇല്ല, നിങ്ങളിപ്പോ വന്ന് BJPയിൽ ജോയിൻ ചെയ്ത് കഴിയുവാണെങ്കിൽ ഭാരത് മാതാക്കി ജയ് എന്ന് പറഞ്ഞാൽ, വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ നമ്മുടെ സനാതനം നിങ്ങൾ പഠിപ്പിക്കുക എന്നല്ല അർത്ഥം, നമ്മുടെ വീരക്ഷന് വേണ്ടി. അതൊക്കെ നമുക്ക് ക്ഷമിക്കാൻ പറ്റും. മനസ്സറിഞ്ഞ് ക്ഷമിക്കാൻ പറ്റും. പക്ഷേ ഒരു കാര്യമുണ്ട്, അവരെ നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കണം. ഓഫീസ് ആയതിന് വിട്ടേക്കോ. ഓഫീസ് ആയതിന്റെ ആൾക്കാർ ഇപ്പോഴും കോൺഗ്രസിൽ തന്നെ അവിടെ ഇരിപ്പുണ്ടല്ലോ. അവരുടെ അടുത്ത് പറയേ ഭാരത് മാതാക്കി ജയ് എന്ന് പറയാൻ പറയൂ. ആരാണ് ബന്ധങ്ങൾ അത് പറയൂ. ഇപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞാ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും. ഇല്ല, ആപ്കി അദാലത്തിൽ ജനങ്ങളാണ് മുന്നിലുള്ളത്, നിയമങ്ങളൊന്നുമില്ല. വീടിന്റെ തലവൻ തന്നെ വീട്ടിലുള്ള ആളല്ലേ. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഒരു ഇസബുല്ല, അദ്ദേഹത്തിന്റെ ഗോഡ് ഫാദർ നസറുള്ള മരിച്ചുപോയി. ഓപ്പോസിറ്റ് പാർട്ടിക്കാരൊക്കെ പോയി ദുഃഖം ചോദിക്കുവാണല്ലോ, എന്തോ സ്വന്തക്കാരൻ ചത്തുപോയ പോലെ. ഇപ്പൊ എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ, ശരി അത് വിട്ടുകളയേ, നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് പറയാൻ പറയേ ജയ് ശ്രീറാം എന്നൊരു വട്ടം. നിങ്ങൾ എന്ത് ശിക്ഷ തന്നാലും അത് തയ്യാറായിട്ട് ഞാൻ ഏറ്റോളാം. ഇപ്പൊ പറയൂ, നിങ്ങൾ പറയൂ, OICയുടെ അടുത്ത് പോയി പറയൂ, ഭാരത് മാതാക്കി ജയ് എന്ന് പറയാൻ പറയാം. നിങ്ങൾ എന്ത് ശിക്ഷ തന്നാലും ഞാനത് ഏറ്റെടുത്തോളാം. പിന്നെ എന്നോട് ക്ഷമിക്കണം, ഇതൊക്കെ ഇസ്ലാമിക് സ്കോളറൊന്നുമല്ല. ആക്ച്വലി ഐ എം സോറി ടു സേ ദിസ്. ഇസ്ലാമിനെ അങ്ങനെ പറഞ്ഞതല്ല. ഇസ്ലാമിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, അമ്മയുടെ പാദത്തിലാണ് സ്വർഗം ഉള്ളതെന്ന്. അമ്മയുടെ പാദത്തിൽ സ്വർഗം ഉണ്ടെന്ന് ഇസ്ലാം പറയുന്ന സമയത്ത് മാതൃ വർദ്ധൻ മാത്രം അത് എങ്ങനെ ഇല്ലെന്ന് പറയാൻ പറ്റും? പറയൂ നിങ്ങൾ. ഭാരത് മാതാക്കി ജയ് എന്ന് പറയാൻ പറ്റത്തില്ല. പറഞ്ഞ ഇസ്ലാംസ് വലിയ പ്രശ്നത്തിൽ പോയി കുടുങ്ങും. ഇതാണ് OIC സാറിന്റെ സ്റ്റേറ്റ്മെന്റ്. പക്ഷെ സൺസെറ്റിന്റെ അടുത്ത് പാലസ്തീന് ജയ് എന്ന് പറയുന്ന സമയത്ത് ഇസ്ലാംസിന് അപകടം വന്നില്ലേ? ഇവിടെയാണ് പാർഷ്യാലിറ്റി ഉള്ളത്. അതുകൊണ്ടാണ് രജിത് സാർ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് ഭാരതമാണ്. ഇത് ഭാരതത്തിന്റെ ഭൂമി. 1000 വർഷത്തിനടുത്ത് അടിമകളായിരുന്നു. 1000 വർഷങ്ങളുണ്ടായിരുന്നു ഈ ഭാരതത്തില്. മുഗൾ ആൾക്കാരും പിന്നെ ബ്രിട്ടീഷുകാരുമായിരുന്നു ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. ഭാരതം എന്താ അടിമയായിരുന്നെന്ന് അറിയാവോ? ബാബർ ഒന്നും വീരനല്ല, ഖൈമുർ ലംഘൻ വീരനല്ല, ചെങ്കിസ് ഖാൻ വലിയ വീരനല്ലായിരുന്നു, പിന്നെ മുഹമ്മദ് ഗജനി വലിയ വീരനല്ലായിരുന്നു. ഈ ഭാരതം എന്തുകൊണ്ട് അടിമയായിരുന്നെന്ന് വെച്ചാൽ, ഈ ഭാരതത്തിൽ ഒരുപാട് ചതിയുള്ള ആൾക്കാരുണ്ടായിരുന്നു. നോക്കൂ, ഏത് കോൺഗ്രസ് ആണോ ഭാരതത്തിന് സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുത്തത്, ആ കോൺഗ്രസ് ആണ് 60-70 വർഷം രാജ്യം ഭരിച്ചത്. അവരെപ്പറ്റി താങ്കൾ പറയുന്നു ഇത് മുഹമ്മദ് അലി ജിന്നയുടെ കോൺഗ്രസ് ആണെന്ന്. ഞാൻ നിലവിളിച്ചാ പറയുന്നത്, ആ കോൺഗ്രസ് വേറെയാണ്, ഈ കോൺഗ്രസും വേറെയാണ്. ഞാൻ എപ്പോഴാ പറഞ്ഞത് മഹാത്മാഗാന്ധിയുടെ കോൺഗ്രസ് മുഹമ്മദ് ജിന്നയുടെ കോൺഗ്രസ് ഒന്നാന്ന്? ഞാൻ പറഞ്ഞ മുഹമ്മദ് ജിന്നയുടെ വഴിയിൽ ട്രാവൽ ചെയ്തെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. തെളിച്ചാണ് ഞാൻ പറഞ്ഞത്. അതങ്ങനെ തന്നെ പോയി. ഇത് തീവ്രവാദം അല്ലാണ്ട് വേറെന്ത് പറയാനാ? ഭാരതത്തിനെ വെട്ടി നുറുക്കിയേക്കും ഇൻഷാ അല്ലാ. ഭാരതത്തിനെ പിന്നെയും വെട്ടി നുറുക്കും എന്ന് ഇങ്ങനെ പറയുന്നവരെ തലവനായിട്ട് മാറ്റിയിരിക്കുന്നത്, അതായത് ഭാരതത്തിനെ വെട്ടി നുറുക്കും എന്ന് പറയുന്ന ആളെ, അദ്ദേഹത്തെ ഞാൻ എതിർത്തിട്ടുണ്ട്. ഇനിയും ഞാനത് ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. പക്ഷേ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ താങ്കൾ പലരെയും ശത്രുതയിലാക്കി. യോഗി ആദിത്യനാഥിനെ പറ്റി പറയുമ്പോ ഗോരഖ്പൂരിൽ നിന്ന് ഓടി വന്ന് ഒരു മാഫിയ നേതാവാണെന്ന് പറഞ്ഞിട്ട് അവസാനം ഇപ്പോ ഹിന്ദുക്കളെ കുറിച്ച് സംസാരിക്കുകയാണെന്ന്. ദാ നോക്കൂ സാർ, രജിത് സാർ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചോദിച്ച് ചുമ്മാ എന്നെ ഇട്ട് ചൊറിയാൻ വരല്ലേ സാർ. ഞാനൊരു 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഒരിക്കലും ഞാൻ പിന്നോട്ട് വരാനായിട്ട് താല്പര്യമില്ലാത്ത ആളാ. പക്ഷേ ഞാനൊരു കാര്യം സമ്മതിക്കാം. ആരൊക്കെയാണോ ഈ ഭാരതത്തിൽ ഇങ്ങനെ ഇണഞ്ഞിരിക്കുന്നത് അവരൊക്കെ എന്റെ സഹോദരന്മാരാണ്. ആരൊക്കെയാണോ ഭാരതത്തിനെതിരെ ഉള്ളത് അവരൊക്കെ എന്റെ ശത്രുക്കളാണ്. ഇതിൽ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ല. ഞാൻ മാറാൻ തയ്യാറുമല്ല. പബ്ലിക്കിന് എന്തെങ്കിലും ചോദ്യം ചോദിക്കണോ ചോദിക്കാം. നിങ്ങളുടെ ഒരുപാട് സഭകളിൽ ഒരു കാര്യം പറയാറുണ്ടായിരുന്നു, അത് നാരായ തക്ബീർ അല്ലാഹു അക്ബർ. പക്ഷേ ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ എന്താണ് പറഞ്ഞത് എന്ന് വെച്ചാൽ സർ തൻ സെ ജുദ. അപ്പോ അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്?
മോനെ, ഇതുപോലത്തെ സ്റ്റേജുകളിൽ ഒരിക്കലും ഞാൻ ജദ്ദൻ സിദ്ധേനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല, സംസാരിക്കത്തുമില്ല. ഒരിക്കലും ഞാൻ സംസാരിക്കില്ല. എന്തെങ്കിലും ക്ലിപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു ഞാൻ പറയുന്നത് താങ്കളുടെ സ്വഭാവത്തിൽ നാരായണി തക്ബീർ അള്ളാഹു അക്ബർ എന്ന് പറയുന്നു. പക്ഷേ ജനങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളത് കേൾക്കുമ്പോൾ അവിടെ എന്താ പറയുന്നത് വെച്ചാൽ സർത്തങ് ജുഹ എന്ന് പറയുന്നു. നോക്കൂ, ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാല് കയ്യിൽ AK-47 എടുത്തോണ്ട് പാവപ്പെട്ടവരെ കൊന്ന് രക്തവാറോ ഇവിടെ ഒഴിപ്പിച്ച് ഇസ്ലാംസ് അല്ല. ആരൊക്കെയാണോ സർദൻ കി ജുദാന്ന് സംസാരിക്കുന്നത് ആ ഒരു കാര്യം ഞാൻ സമ്മതിക്കത്തില്ല. പ്രോഫിറ്റ് മുഹമ്മദ് ഒരു യുദ്ധത്തില് പരിക്കേറ്റ് കിടക്കുക. പിന്നെ സ്ഥലത്തിന്റെ പേര് തായഫ്. അദ്ദേഹം രക്തത്തിൽ കുളിച്ചു നിൽക്കുവാണ്. ബേഗംബർ മുഹമ്മദിന് അടുത്തുള്ളവർ പറഞ്ഞു, ബേഗംബർ സാർ നിങ്ങൾക്ക് ഒരുപാട് പരിക്കേറ്റിട്ടുണ്ട്, നിങ്ങൾ അവരെ അങ്ങോട്ട് ശപിച്ചേക്കെന്ന്. അപ്പൊ ബേഗംബർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ ആരെവിടെ ശപിക്കാൻ വന്നതല്ലെന്ന്, ഞാൻ അവർക്കും കൂടെ ചേർത്ത് പ്രാർത്ഥിച്ചോളാന്ന്. ബേഗംബർ അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞ് ആരെങ്കിലും ഒരാൾ ഇറങ്ങി വെട്ടുന്നത്, കഴുത്തറക്കുന്നത്, പിന്നെ പറയുന്നത് കുസ്താക്കി നബിക്ക് ഏക്കി സജ, തലവെട്ടിയിടെന്നൊക്കെയാ പറയുന്നത്. എനിക്കെന്താ തോന്നുന്നത് വെച്ചാൽ ആരങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നോ അവരൊക്കെ ഒരിക്കലും ഇസ്ലാംസ് എന്താന്ന് മനസ്സിലാക്കിയിട്ടില്ല, ബേഗംബറയും മനസ്സിലാക്കിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പിന്നെയും പറയുവാണ്, നമ്മുടെ ഈ സനാതന ധർമ്മം ഒരു ഉറുമ്പിനെ കൊല്ലാനുള്ള സാധ്യത പോലും കൊടുക്കുന്നില്ല ഒരിക്കലും. നമ്മുടെ മതമായത് ഒരു ഉറുമ്പിനെ കൊല്ലാൻ പോലും അനുവാദമില്ലാത്തൊരു മതമാണ്. പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ വീട്ടിലുള്ള വിളക്കണയ്ക്കാനായിട്ട് ഒരാൾ അനുമതി തരുന്നേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആരെങ്കിലും രാമന്റെ പേരും പറഞ്ഞ് മറ്റുള്ളവരുടെ വീടെങ്ങാനും കൊളുത്താൻ പോവുകയാണെങ്കിൽ അവരെ ഞാൻ ഹിന്ദു എന്ന് പറയത്തില്ല. ഫോളോ ചെയ്യുവാന്നുള്ള പേരില് ബേഗംബറുടെ പേരും പറഞ്ഞോണ്ട് ഏതെങ്കിലും പാവപ്പെട്ടവന്റെ കഴുത്തെങ്ങാനും അർത്ഥ അദ്ദേഹത്തെ ഞാൻ ഒരിക്കലും ഇസ്ലാമായിട്ട് കണക്കില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനേ ചോദിക്കാം. നിങ്ങൾ ആദ്യം പ്രിയങ്ക ഗാന്ധിയെ പ്രധാനമന്ത്രി ആക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴും നിങ്ങൾ ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അതല്ല അത് നിങ്ങൾ മാറ്റിയെന്നാണോ? ഇല്ല, ഞാനെന്താ പറയുന്നത് വെച്ചാൽ കോൺഗ്രസ് പാർട്ടിയില് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലീഡർ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് പ്രിയങ്ക ഗാന്ധി തന്നെയായിരിക്കും. ജനങ്ങൾക്ക് ആരാണോ ഇവിടെ പ്രിയപ്പെട്ട ആളുള്ളത് അവരായിരിക്കും നെക്സ്റ്റ് ലെവലിലോട്ടൊക്കെ പോകുന്നത്. പക്ഷെ കോൺഗ്രസിന്റെ ദുരദൃഷ്ടം എന്താന്ന് വെച്ചാൽ അത് തന്നെയായിരിക്കും കോൺഗ്രസിന്റെ പ്രശ്നവും. ശരിക്കും അവിടെ ആരാണോ ജനങ്ങളുടെ ഒപ്പം പ്രിയപ്പെട്ടിരിക്കുന്നത് അവരുടെ കഴുത്തങ്ങ് അർത്തേക്കും. ആരൊക്കെയാണോ ജനങ്ങളുടെ അടുത്ത് പ്രിയപ്പെട്ടിരിക്കാണ്ടിരിക്കുന്നത് അവരെ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. പ്രധാനമന്ത്രിയുടെ പദവിയുടെ കാര്യങ്ങളുണ്ടല്ലോ, എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ 2047 വരെ അതിനുള്ള സാധ്യത കുറവാണെന്നാണ്. താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത്? 2029 ശേഷവും മോദിയാണോ വേറെ ആരെങ്കിലും ആണോ? ദാ നോക്കൂ രജത് സാർ, ശ്രീരാമന്റെ അമ്പലത്തിലെ ആ അടിക്കൽ അന്ന് നട്ടത്, അത് പ്രതിഷ്ഠ ചെയ്തതും അദ്ദേഹമാണ്, അത് ആ അമ്പലം തുടങ്ങിയതും അദ്ദേഹം തന്നെയാണ്. അത് മുഴുവനും അദ്ദേഹത്തിന്റെ കൈകൊണ്ടാണ് ചെയ്തത്. ഭഗവാൻ ശ്രീ കൽക്കി ഡാമിന്റെ അടിക്കൽ നടുന്ന ആ ദിവസവും മോദിജിയാണ് ചെയ്തത്. ഭഗവാൻ കൽക്കിയുടെ ഡാമിന്റെ കെട്ടിടപ്പണി അന്ന് തീർത്തപ്പോൾ പ്രതിഷ്ഠയും ഉറപ്പായിട്ട് അദ്ദേഹത്തിന്റെ കൈകൊണ്ടായിരിക്കും നടക്കാൻ പോകുന്നത്. രാഹുൽ ഗാന്ധിജി ജാതി കാര്യങ്ങളെപ്പറ്റി ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ആരെങ്കിലും അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ ജാതി ചോദിച്ചാൽ അദ്ദേഹം കൺഫ്യൂസ് ആവും. അദ്ദേഹം ഏത് ജാതിയാണ്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? താങ്കൾക്ക് അദ്ദേഹത്തെ പല വർഷങ്ങളായിട്ട് അറിയാമല്ലോ. ഇത് വളരെ സീരിയസ് ആയ ഒരു ചോദ്യമാണ്. സത്യമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഈ ലോകത്ത് ആകെ 2 ജാതിയേ ഉള്ളൂ. ഒരുത്തൻ പണമുള്ളവനും മറ്റൊരുത്തൻ കഷ്ടപ്പെടുന്നവനും, അല്ലാണ്ട് വേറൊരു ജാതിയും ഇല്ല. ഈ നാടിനെ രണ്ടാക്കാനായിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ ദേശത്ത് ഇതെല്ലാം കടന്നാണ് ഇന്നിവിടെ ഇതെത്തിയിരിക്കുന്നത്. 1947 ഡിവിഷൻ എന്ന പേരിൽ ഒരു അപകടം പിടിച്ച കത്തിയാണ് നെഞ്ചി കുത്തിയത്. ആ പരിക്കിനിയും പോയില്ല. മതത്തിന്റെ പേരും പറഞ്ഞാണ് ഭാരതത്തിന്റെ നെഞ്ചിലോട്ടെന്നാ കത്തി ഇറങ്ങി. പക്ഷെ ഇന്ന് ദേശത്തിനെ രണ്ടാക്കാനായിട്ട് ഇറങ്ങി അന്ന ഒരുപാടുണ്ടായ ശക്തികളുണ്ടല്ലോ, അവരിന്നും ഈ ദേശത്തിനെ നശിപ്പിക്കാനായിട്ടുള്ള ശ്രമത്തിൽ തന്നെയാണ്. ചില ആൾക്കാർ ജാതിന്റെ പേരിലും, ചില ആൾക്കാർ ഭാഷയുടെ പേരിലും, ചിലത് ഏരിയയുടെ പേരിലും, ചിലത് പിന്നെ ഒരുപാടുണ്ടെന്നും പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേ പറ്റൂ, ഇന്ന് വരെ 140 കോടി ആൾക്കാരുടെ മനസ്സിൽ, അതായത് ഹൃദയത്തില് ഈ ഭാരതമാതയുടെ രക്തം ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുവരെ ഈ ദേശത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് സൂക്ഷിച്ചു തന്നെ ഇരുന്നോളൂ. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ നമ്മുടെ ഇന്നത്തെ ജഡ്ജി KG സുരേഷിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം.
വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ആചാര്യ പ്രമോദ് കൃഷ്ണമാണ്. നമ്മൾ അദ്ദേഹത്തോട് കൽക്കിദാമിനെ കുറിച്ച് ചോദിച്ചു, അദ്ദേഹത്തോട് സനാതന ധർമ്മത്തെക്കുറിച്ച് ചോദിച്ചു, അദ്ദേഹത്തിനോട് നമ്മൾ രാഷ്ട്രീയത്തെക്കുറിച്ച് ചോദിച്ചു. ഇപ്പോൾ ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജി KG സുരേഷിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. അതായത് രജത് സാറിന്റെ മൂർച്ചയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അത് നടക്കാത്ത കാര്യമാണ്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൊണ്ട് ചിരിച്ചും ചിരിപ്പിച്ചുകൊണ്ടും കവിതകളും ശ്ലോകങ്ങളും ചൊല്ലിക്കൊണ്ടും നിങ്ങൾ ചില ചോദ്യങ്ങൾക്ക് മറുപടി നൽകി, ചിലത് നിങ്ങൾ നിഷേധിച്ചു. ഒരു കാര്യത്തിൽ നിങ്ങളെ അഭിനന്ദിച്ചേ മതിയാവൂ. നിങ്ങൾ നിങ്ങളുടെ എത്ര പഴയ കാര്യങ്ങളെയും പഴയ പ്രവൃത്തികളെയും ഒന്നും തന്നെ മറന്നിട്ടില്ല, അത് മാറ്റി പറഞ്ഞിട്ടുമില്ല. അത് ഫാറൂഖ് അബ്ദുള്ളയെ പറ്റിയുള്ള കാര്യങ്ങളാണെങ്കിലും പ്രിയങ്ക ഗാന്ധിയെ പറ്റിയുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, നിങ്ങളൊരു ബഹുമുഖ പ്രതിഭയാണെന്നാണ് പറയാറ്. സിദ്ധാന്തങ്ങളെ തെളിവുകളാക്കിക്കൊണ്ട് പല കാര്യങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങളെ കഴിഞ്ഞിട്ടേ വേറെ ആരുമുള്ളൂ. നിങ്ങളുടെ ജീവിതം ഒരു ഭാഗത്ത് കഷ്ടതകൾ നിറഞ്ഞതാണെങ്കിലും മറ്റൊരു ഭാഗത്ത് നിങ്ങൾ ജീവിതത്തിന്റെ അർത്ഥം തന്നെ മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾ സമ്പൽ ഏരിയയിൽ സമൂഹത്തിന്റെ ഒത്തൊരുമയ്ക്ക് വേണ്ടിയും വികസനത്തിനു വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ കാര്യങ്ങളിൽ മതം ഒരിക്കലും ഇടപെടാൻ പാടില്ല എന്ന്. നിങ്ങളെപ്പോലെ ജ്ഞാനിയായ ഒരു മനുഷ്യനിൽ ഈ രാജ്യത്തെ സാധാരണ ജനങ്ങൾ ഒരുപാട് വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആധ്യാത്മിക ശക്തികൾ കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സത്യസന്ധതയോടെയും പക്ഷാപാതമില്ലാതെയും ശരിയായ രീതിയിൽ സാത്വികമായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ കോടതി നിങ്ങളെ ചുമത്തപ്പെട്ട എല്ലാ കുറ്റങ്ങളിൽ നിന്നും മുക്തനാക്കുന്നു. വളരെ നന്ദിയുണ്ട്. ഈ വിശ്വാസത്തോടു കൂടി തന്നെ ആചാര്യ പ്രമോദ് കൃഷ്ണം ഇതുപോലെ തന്നെ സനാതനത്തിന് സേവനം ചെയ്തുകൊണ്ടേയിരിക്കണം, രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രയത്നിക്കണം. അതുപോലെ തന്നെ സാമൂഹിക സേവനങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്, അതും തുടരണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്റെ അഭിപ്രായങ്ങൾ ഇതുപോലെ തുറന്നു പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആപ്കി അദാലത്തിലെ വിചാരണ ഇന്ന് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയോടൊപ്പം നിങ്ങളെ വീണ്ടും വന്ന് ഞാൻ കാണും. നന്ദി, നമസ്കാരം.